കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വലിയ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിച്ചാരംഭിച്ച ശാരോൻ ഫെലോഷിപ്പ് ചർച്ച് തിരുവല്ല സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരുന്ന ഈ സുവിശേഷ മഹായോഗത്തിൻ്റെ കടശ്ശി രാത്രിയിലേക്ക് വന്നു ചേരുവാൻ സർവകൃപാലുവായ ദൈവം നമുക്ക് അവസരവും കൃപയും നൽകിയതോർത്ത് അവൻ്റെ വലിയ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് രാത്രിയിലെ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ക്രിസ്തുയേശുവിൽ ഞാൻ വളരെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ഈ സെൻറ്ററിൻ്റെ റീജിയൻ്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു വരുന്ന പാസ്റ്റർ പി ഫിലിപ്പ് അവറുകൾ, അതുപോലെ ഈ സെൻറ്ററിന് ശക്തമായ നേതൃത്വം കൊടുത്തു വരുന്ന എൻ്റെ ദീർഘകാല സ്നേഹിതനും സഹപ്രവർത്തകനുമായിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ടി.എം. ഫിലിപ്പ് അവറുകൾ, തിരുവല്ല റീജിയന് ശക്തമായി നേതൃത്വം കൊടുത്തു വരുന്ന എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ എന്ന നിലയിൽ ഞാൻ വളരെ അടുത്തിടപെടുകയും സഹകരിക്കുകയും എന്നോടും ആ നിലയിൽ സഹകരിച്ചു വരുന്ന കർത്താവിൽ അനുഗ്രഹീതനും അഭിഷക്തനുമായിരിക്കുന്ന പ്രിയ ജോണിക്കുട്ടി പാസ്റ്റർ, അതുപോലെ തന്നെ സെൻറ്ററിനോടുള്ള ബന്ധത്തിലും റീജിയൻ തലത്തിലും സഭാ കൗൺസിലിനോടുള്ള ബന്ധത്തിലും ശക്തമായ നേതൃത്വം വഹിച്ചു വരുന്ന അനുഗ്രഹീതരായ ദൈവഭൃത്യന്മാർ ഇന്ന് രാത്രി ഇവിടെയുണ്ട്. ചെങ്ങന്നൂർ സെൻറ്ററിൻ്റെ ചുമതല വഹിക്കുന്ന കർത്താവിൽ അനുഗ്രഹീതനും അഭിഷക്തനുമായിരിക്കുന്ന എൻ്റെ ദീർഘകാല സ്നേഹിതൻ കൂടെയായ പാസ്റ്റർ എബ്രഹാം കുര്യാക്കോസ് അവറുകൾ, അതുപോലെ ദീർഘവർഷങ്ങൾ അബുദാബിയിൽ കർത്താവിൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലായിരിക്കുകയും ഇപ്പോൾ തിരുവല്ല വെസ്റ്റ് സെൻറ്ററിൻ്റെ ചുമതല വഹിക്കുകയും ചെയ്യുന്ന കർത്താവിൽ അനുഗ്രഹീതനായിരിക്കുന്ന ദൈവഭൃത്യൻ, തന്നേക്കാൾ തൻ്റെ വാത്സല്യ പിതാവുമായിട്ടാണ് അടുത്ത് ഇടപെടുവാൻ ഇടയായിട്ടുള്ളത്. എന്നാൽ ഉള്ളുകൊണ്ട് ഞാൻ വളരെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജേക്കബ് ജോർജ് അവറുകൾ, അതുപോലെ ഇവിടെ നന്ദി പ്രകാശനം ചെയ്ത കുര്യാക്കോസ് പാസ്റ്റർ, നമ്മുടെ ഈ സ്ഥലം സഭയുടെ ശുശ്രൂഷകനായി ഇവിടെ ആയിരിക്കുന്ന കർത്താവിൽ അനുഗ്രഹീതനും അഭിഷക്തനും അനേകവേദികളിൽ ദൈവം ശക്തമായി ഉപയോഗിച്ചു വരുന്ന എൻ്റെ സ്നേഹിതൻ പ്രിയ പാസ്റ്റർ കുര്യൻ മാത്യു അവറുകൾ, കൂടാതെ അടുത്ത തലമുറ കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുന്ന അല്ലെങ്കിൽ യങ് പ്രീച്ചേഴ്സ് എന്ന് പറയത്തക്ക നിലയിൽ ഞാൻ വളരെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരിവിടെയുണ്ട്. CM-ൻ്റെ ജനറൽ പ്രസിഡൻ്റായി സേവനമനുഷ്ഠിക്കുന്ന പ്രിയ പാസ്റ്റർ സാംസൺ തോമസ് അവറുകൾ, എൻ്റെ ഒരു ആത്മീയ ശിഷ്യൻ കൂടെയായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോർജ് തോമസ്, അതുപോലെ എൻ്റെ മുമ്പിലും പുറകിലും സന്നിഹിതരായിരിക്കുന്ന അനുഗ്രഹീതരും അഭിഷക്തരും എൻ്റെ കൂട്ടുപ്രവർത്തകരുമായിരിക്കുന്ന എല്ലാ ദൈവഭൃത്യന്മാർ. CB ജോൺ പാസ്റ്ററെ ഞാൻ വിട്ടതല്ല, അതുമായി ബന്ധപ്പെട്ടൊരു സംഭവം പറയേണ്ടതിന് വേണ്ടി പേര് മാറ്റിവെച്ചു എന്നേ ഉള്ളൂ. ഇവിടെ കൂടി വന്നിരിക്കുന്ന അനുഗ്രഹീതരും എനിക്ക് പ്രിയരുമായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, ഗാനശുശ്രൂഷയിൽ നമ്മെ സഹായിച്ചു വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളാണെന്നാണ് ഞാൻ കേട്ടത്, അങ്ങനെയുള്ള പ്രിയ കുഞ്ഞുങ്ങൾക്കും ഓൺലൈനിൽ കൂടെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം വിവിധയിടങ്ങളിൽ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും ഇതിനുശേഷവും ശ്രവിക്കുവാൻ തക്കവണ്ണം ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്തുവല്ലോ, ആ നിലയിൽ ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും, ചാരത്തും ദൂരത്തുമായി ശബ്ദപരിധിക്കുള്ളിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം സശ്രദ്ധയോടെ ശ്രദ്ധിച്ചു വരുന്ന എല്ലാ സുവിശേഷ തൽപരരായ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഞാൻ അറിയിക്കുന്നു. 1978 അത് മണക്കാലയിൽ ഒരു വേദവിദ്യാർത്ഥിയായി ഞാൻ പഠിക്കുന്ന കാലത്താണ് നമ്മുടെ ഈ ചർച്ചിൽ അത് 3 ദിവസമായി നടന്നു വന്നിരുന്ന CM ക്യാമ്പിൽ പങ്കെടുക്കുവാൻ കടന്നു വന്നു. അങ്ങനെയാണ് ആദ്യമായി നമ്മുടെ ഈ ചർച്ചിൽ വന്ന് അതേ
ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ, അഥവാ CM ക്യാമ്പിൽ പങ്കെടുക്കുവാൻ, എന്ന് ഞാനൊരു വേദവിദ്യാർത്ഥിയാണ്, പങ്കെടുക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചത്. അതാണ്ട് 47 വർഷത്തിന് പിറകിലുള്ള ഒരു സംഭവമാണ്. അന്ന് നമ്മുടെ പ്രിയ കുഞ്ഞുട്ടിച്ചാന്, ബഹുമാനാർത്ഥം CV ജോൺ പാസ് എന്ന് വിളിക്കുന്ന അച്ചാനായിരുന്നു അന്ന് ഇവിടുത്തെ ശുശ്രൂഷകൻ. ദീർഘനാളുകൾ നമ്മുടെ കവിയൂരി ചർച്ച്, പഴമ്പള്ളി ചർച്ചിലെ ശുശ്രൂഷകൻ അച്ചാനായിരുന്നു. ഞാൻ പറയുമ്പോൾ മറ്റൊന്നായി തെറ്റിദ്ധരിക്കരുത്, അച്ചായൻ്റെ ഒരു രാജകീയ കാലഘട്ടമായിരുന്നു ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. എപ്പോഴും ഓർക്കും, എല്ലാ നിലയിലും കർത്താവ് ഒത്തിരി ഉപയോഗിച്ചു നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയും ഈ സഭയ്ക്ക് വേണ്ടിയുമൊക്കെ ശക്തമായ നിലയിൽ തൻ്റെ ശരീരമോ ആരോഗ്യമോ പണമോ ഊർജമോ ഒന്നും വകവയ്ക്കാതെ കർത്താവിന് വേണ്ടി വളരെ ഓടി അധ്വാനിച്ച കർത്താവിൻ്റെ ദാസൻ ഇന്നും അന്ന് കണ്ടതുപോലെ അതേ ഷേപ്പിൽ ഈ 47 വർഷത്തിന് ശേഷവും കാണുന്നു എന്ന് പറയുമ്പോൾ ഒരു അത്ഭുതമാണ്. ഒരു മുടി പോലും കൊഴിഞ്ഞിട്ടില്ല. എൻ്റെ മുടിയാന്നേ ഒരു വല്ലാത്ത ഷേപ്പിലായി കഴിഞ്ഞു. പിടിച്ച് കെട്ടിയാൽ നിൽക്കുന്ന ഒന്നല്ലല്ലോ ഈ മുടിയെന്ന് പറയുന്നത്, അതൊക്കെ പൊഴിഞ്ഞു പോവുക. അച്ഛൻ്റെ മുടിക്ക് ഒരു കുഴപ്പവുമില്ല. അന്നും നരച്ച മുടി, ഇന്നും നരച്ച മുടി, എല്ലാ നിലയിലും ആരോഗ്യത്തോടെ ബലത്തോടെ ഇന്ന് രാത്രി ഒരുമിച്ച് ഈ കൂട്ടായ്മയിൽ പങ്കുകൊള്ളുവാൻ കർത്താവിടയാക്കുന്നതിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ പ്രസ്ഥാനത്തിന് ശക്തമായി നേതൃത്വം കൊടുത്ത പൂർവികന്മാരായ ആളുകളെയെല്ലാം നാം സ്മരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. വളരെ കാലിക പ്രസക്തി ആർജിച്ച ഈ കാലത്തിൽ നാം അറിഞ്ഞു വരേണ്ട അതിശക്തമായ ഒരു ദൂതാണ് ഞാൻ പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഈ സമീപ പ്രദേശങ്ങളിലായിരുന്നു കൺവെൻഷനോടുള്ള ബന്ധത്തിൽ വന്ന് ശുശ്രൂഷിപ്പാനിടയായത്. അപ്പോൾ ഈ റൂട്ട് ഇങ്ങോട്ട് വന്ന് കവിയൂര് വന്ന് വലത്തോട്ട് തിരിഞ്ഞ് അല്ലെങ്കിൽ ഇടത്തോട്ട് തിരിഞ്ഞ് മുണ്ടിയപ്പള്ളിയിലായിരുന്നു കഴിഞ്ഞൊരു ദിവസം കൺവെൻഷൻ. ഇന്നലെയാണെങ്കിൽ തുരുത്തിക്കാടായിരുന്നു കൺവെൻഷന് വന്ന് പ്രസംഗിച്ചത്. എല്ലാം ഈ പരിസരത്ത് തന്നെ. ഇന്ന് രാത്രി ഇവിടെയും കർത്താവിൻ്റെ വചനവുമായി നിൽക്കുവാൻ ദൈവം കൃപ നൽകുന്നുവല്ലോ. നമുക്ക് വായിക്കാം. അതിനുവേണ്ടി ആളുകൾ സജ്ജരായിട്ടുണ്ട്. വേദഭാഗം വായിച്ച് കേൾപ്പിക്കുവാൻ ഏറെ സുപരിചിതമായ ഒരു വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അപ്പോൾ തന്നെ അതിൽ കൂടെ ആഴമായ ചില ചിന്തകൾ ഇന്ന് രാത്രി ഞാൻ പങ്കുവയ്ക്കുവാനും എൻ്റെ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ നിർവഹിപ്പാനും കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ ദയവായി ഒന്ന് വായിച്ച് സഹായിക്കണം. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. നോഗയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ നാളിലും ഉണ്ടാകും. നോഗ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെയും തന്നെ അവർ തിന്നും കുടിച്ചും കൊണ്ട് വിറ്റും നട്ടും പണിതും പോന്നു. അടുത്തത്, എന്നാൽ ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്ത് നിന്ന് തീയും ഗന്ധകവും പെയ്ത് എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ ഔവണ്ണം തന്നെ ആകും. കെട്ടിലും മട്ടിലും അതിൻ്റെ ചിട്ടയിലും വിശുദ്ധ വേദപുസ്തകം പോലെ ഇത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗ്രന്ഥം ഇന്ന് വരെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുന്ന ദൈവമക്കൾ മാത്രം എന്നോട് ചേർന്ന് കരമൊന്നുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ട്. ലോകത്തിൽ അനേക പുസ്തകങ്ങൾക്ക് മനുഷ്യൻ രൂപകൽപ്പന നൽകിയിട്ടുണ്ടെങ്കിലും മനുഷ്യനെ മനുഷ്യനാക്കി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ഉത്തമ ഗ്രന്ഥമുണ്ടെങ്കിൽ, സത്യഗ്രന്ഥമുണ്ടെങ്കിൽ അത് വിശുദ്ധ വേദപുസ്തകം ഒന്ന് മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. നാം ഒക്കെ മാറോട് ചേർത്ത് പിടിച്ചു കൊണ്ട് നടക്കുകയും അപ്പോൾ തന്നെ ഇതിലെ വചസ്സുകളെ നാം അനുസരിച്ചാൽ അത് നിമിത്തം, അതേ നിത്യജീവൻ, അത് നിമിത്തം രോഗശാന്തി, അത് നിമിത്തം അനുഗ്രഹം, അത് നിമിത്തം സമാധാനം, നിത്യശാന്തി എന്നിത്യാദി അനുഗ്രഹങ്ങളുടെ കലവറെ തുറന്ന് കാട്ടിയിട്ടുള്ള ഒരു ഉത്തമ ഗ്രന്ഥമുണ്ടെങ്കിൽ അതത്രേ വിശുദ്ധ വേദപുസ്തകം. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന, അപ്പോൾ തന്നെ നാം ഒക്കെ ചേർത്ത് മാറോട് ചേർത്ത് പിടിച്ചു കൊണ്ട് കിടക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിനായി ഇന്ന് രാത്രി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം.
ഈ തിരുവചനത്തിലെ 42-ാമത്തെ ഗ്രന്ഥമെന്നറിയപ്പെടുന്ന മകൾ ഗ്രന്ഥമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത്. ഒരു വിജാതീയനായ വ്യക്തിയെ കൊണ്ട് പരിശുദ്ധാത്മാവ് അതേ നമുക്ക് നൽകിയിട്ടുള്ള സതുപദേശങ്ങൾ, അതും യേശു ക്രിസ്തു വാതോരാതെ താൻ പ്രസംഗിച്ചതും താൻ പഠിപ്പിച്ചതുമായ ഉപദേശങ്ങൾ, അവയെല്ലാം വളരെ മനോഹരമായ നിലയിൽ കോർത്തിണക്കിയിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു സുവിശേഷമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം. പ്രത്യേകിച്ച് അക്രൈസ്തവ പശ്ചാത്തലത്തിൽ നിന്ന് കടന്നു വരുന്ന ഒരാൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് വളരെ അടുക്കിനും ചിട്ടയ്ക്കും ഒന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ കഴിയുന്ന, പെട്ടെന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് ആദ്യോടന്തം ആ ചരിത്രമൊന്ന് മനസ്സിലാക്കുവാൻ, പരിചയപ്പെടുത്തി കൊടുക്കുവാൻ ഉതകുന്ന ഉത്തമ ഗ്രന്ഥമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം. മത്തായി സുവിശേഷം നമ്മൾ കൊടുത്തു പോയെങ്കിൽ ആ വ്യക്തി അതോട് ഈ പുസ്തകം മടക്കി വെക്കും. കാരണം അതിൻ്റെ ആദ്യത്തെ അധ്യായത്തിലെ വിഷയങ്ങൾ ഒക്കെ വായിച്ചു വരുമ്പോഴേ അദ്ദേഹത്തിന് ബോറടിക്കും. എന്നാൽ ഒരു ബോറടിയും ഉണ്ടാകാത്ത, അപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ ചരിത്രം വളരെ മനോഹരമായി അടുക്കിന് ചിട്ടയ്ക്ക് അതേ ക്രമീകരിച്ചിരിക്കുന്ന ഒരു ഉത്തമ ഗ്രന്ഥമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം. 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അന്ത്യകാല അഥവാ യുഗാന്തര ദൈവശാസ്ത്രത്തോടുള്ള ബന്ധത്തിൽ അതേ ഇവിടെ യേശു കർത്താവ് ചൂണ്ടിക്കാണിക്കുന്ന 2 സൂചനകൾ, പ്രത്യേകിച്ച് മനുഷ്യപുത്രൻ്റെ പ്രത്യക്ഷത സംബന്ധിച്ച് 2 സൂചനകൾ നമുക്കിവിടെ വായിച്ചു കേട്ട വേദഭാഗത്ത് കാണുവാൻ കഴിയും. 26 മുതൽ 30 വരെയുള്ള ഭാഗം 2 കാലഘട്ടങ്ങളെയും ആ 2 കാലഘട്ടങ്ങളിൽ അതേ ആയിരുന്ന 2 വ്യക്തിത്വങ്ങളെയും ആ 2 കാലഘട്ടങ്ങളുടെ അതേ പ്രത്യേകതകളും ആ 2 കാലഘട്ടങ്ങൾക്കും അന്തിമമായി വന്നു ഭവിച്ച ദൈവിക ന്യായവിധിയെക്കുറിച്ചുമാണ് ഈ വാക്യങ്ങളിൽ നാം വായിച്ച് കേൾക്കുന്നത്. ഒന്നാമത്തെ കാലഘട്ടം നോഹയുടെ കാലഘട്ടം. ആ നോഹയുടെ കാലഘട്ടത്തിൻ്റെ വക്താവെന്ന് പറയുന്നത് അത് നോഹ തന്നെയാണ്. ആ കാലഘട്ടത്തിൻ്റെ അതേ പ്രത്യേകതകൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിന്നും കുടിച്ചും വിവാഹത്തിന് എടുത്തും കൊടുത്തും പോന്നു എന്ന് ഇവിടെ വായിക്കുന്നു. അപ്പോൾ തന്നെ ആ കാലഘട്ടത്തിന് വന്ന അന്ത്യ ന്യായവിധിയെക്കുറിച്ച് അതും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായിരുന്നു ന്യായവിധി? അതെ, ജലപ്രളയം വന്നിട്ട് ആ കാലഘട്ടത്തിലുള്ള എല്ലാവരെയും മുടിച്ചു കളഞ്ഞു എന്ന് വായിക്കുന്നത്. നശിപ്പിച്ചു, മുടിച്ചു കളഞ്ഞു. രണ്ടാമതൊരു കാലഘട്ടം കൂടി ഇതിനോട് ചേർത്ത് പറയുന്നുണ്ട്. അത് ലോത്തിൻ്റെ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൻ്റെ വക്താവ് ലോത്ത് തന്നെയായിരുന്നു. ആ കാലഘട്ടത്തിൻ്റെ 3 പ്രത്യേകതകൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിന്നും കുടിച്ചും, അപ്പോൾ തന്നെ അതേ വീടുകൾ പണിതും, അതേ പട്ടണങ്ങൾ പണിതും പാർത്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ലോത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ആ കാലഘട്ടം വന്ന് അവസാനിച്ചത് അതേ വലിയ അഗ്നിപ്രളയം സ്വർഗത്തിൽ നിന്ന് പെയ്തിറങ്ങിയ ആ തീമഴ നിമിത്തമാണ് ആ കാലഘട്ടം അതേ വന്നവസാനിക്കുവാൻ തക്കവണ്ണം ഇടയായത്. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവിനെ പ്രകാശിപ്പിച്ച് അല്ലെങ്കിൽ നയിച്ചതായ ആ വേദഭാഗത്തിലേക്ക് മാത്രം, അല്ലെങ്കിൽ ഒരു വിഷയത്തിലേക്ക് മാത്രം നിങ്ങളുടെ ശ്രദ്ധയെ അതേ തിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതാണ് നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ, നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യൻ്റെ പുത്രൻ്റെ കാലത്തും ഉണ്ടാകും എന്നാണ് നാം എല്ലാവരും ഒരുപോലെ അംഗീകരിച്ചിട്ടുള്ളൊരു വസ്തുതയാണ്. നമ്മളിന്ന് വന്നെത്തിയിരിക്കുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഏതാണ്ട് അന്ത്യഘട്ടത്തിലാണ്. ഒരു യുഗം വന്ന് അവസാനിക്കുവാൻ ഇനി സമയം അധികമില്ല. ആ യുഗം വന്ന് അവസാനിക്കുന്നത് കർത്താവിൻ്റെ മടങ്ങി വരവോട് കൂടെയാണ്. ആ മടങ്ങി വരവിൻ്റെ നാളുകൾ അതേ അതിവിദൂരമല്ല. അവൻ്റെ മടങ്ങി വരവ് വാതിൽക്കലായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേര് അതോർത്ത് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തും? കർത്താവ് വരുന്നു എന്ന് എനിക്ക് പറയാൻ അത്ര വലിയ താല്പര്യമില്ല. കർത്താവ് വരുന്നു, അത് വിശ്വസിക്കുന്നു, നമ്മൾ അംഗീകരിക്കുന്നു. കർത്താവ് വരുന്നു. പക്ഷെ എനിക്ക് പറയാൻ കൂടെ താല്പര്യമുള്ളത് അവൻ്റെ വരവ് വാതിൽക്കലായിരിക്കുന്നു എന്ന് പറയാനായി എനിക്ക് താല്പര്യം. മത്തായി സുവിശേഷം 24:33 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്.
ആകയാൽ ഈ സംഭവിക്കുന്നതൊക്കെ നിങ്ങൾ കാണുമ്പോൾ അതേ മനുഷ്യപുത്രൻ്റെ അവൻ്റെ വരവ് വാതിൽക്കലായിരിക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. വാതിൽക്കലായിരിക്കുക. എനിക്ക് എന്നെ മുമ്പേ കർത്താവിൻ്റെ ദാസൻ എന്നെ വിളിച്ചോർപ്പിച്ചു, സാറേ ഒരു 7 മണിയാകുമ്പോഴേലും ഇങ്ങ് വരണേന്ന്. ഞാൻ മറുപടി പറഞ്ഞു, 7 മണിക്ക് മുമ്പ് ഞാൻ എത്തും. എൻ്റെ ഒരു സ്വഭാവം അതാ. ഒരൊറ്റ ദൈവദാസന്മാരും പ്രാസംഗികനെ നോക്കി കാത്തിരുന്ന് വിഷമിക്കണമെന്നുള്ളത് താല്പര്യക്കാരനല്ല. ഞാൻ കഴിവതും മുമ്പ് തന്നെ അതേ വരും. അതിന് 2 ഗുണമുണ്ട്. ഒന്ന്, സംഘാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. മറ്റൊന്ന്, എനിക്കൊരല്പസമയം പ്രാർത്ഥിക്കാൻ അവസരം കിട്ടുന്നല്ലോ എന്നുള്ളതാണ് അല്പം മുമ്പ് കടന്നു വരുന്നത് കൊണ്ടുള്ളത്. സ്തോത്രം. എന്നാൽ ഞാനങ്ങ് താമസിച്ചു എന്ന് വിചാരിക്കുക. 7:30 മണിക്ക് ഞാൻ മെസ്സേജ് എടുക്കേണ്ടതാണ്. 7:30 ആളെത്തിയില്ല. 7:45 ആളെത്തിയിട്ടില്ല. സംഘാടകർക്ക് എന്ത് വിഷമമുണ്ടാകും, എന്ത് പ്രയാസമുണ്ടാകും. എന്നെ ഫോണിൽ വിളിക്കുക എന്ന് വിചാരിക്കുക. വിളിക്കുമ്പോൾ ഞാൻ മറുപടിയായി പറയുന്നു, പാസ്റ്ററെ വിഷമിക്കണ്ട, ഞാൻ വാതിൽക്കലായി. അപ്പോഴും ചോദിക്കുന്നു, വാതിൽക്കെന്ന് പറഞ്ഞ എവിടെയാ? ഉടനെ പറയുന്നു, ഒന്ന് തല ഉയർത്തി നോക്കിയേ, ദാണ്ടാ മുമ്പിൽ കാണുന്നത് ഞാൻ തന്നെയാ, ഞാനിവിടെ എത്തിക്കഴിഞ്ഞു, വാതിൽക്കലായി. എന്ത് സന്തോഷമാ! ഏതാണ്ട് 15 മിനിറ്റ് 20 മിനിറ്റ് കാത്തിരുന്നിട്ട് ഇപ്പോൾ വന്നു എങ്കിലും ആളിഞ്ഞ് വന്നെത്തിയല്ലോ എന്നുള്ളൊരു വലിയ സന്തോഷമുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ മടങ്ങി വരവ് ഇങ്ങനെ തന്നെയാണ്. ഒരല്പം താമസിക്കുന്നു എങ്കിലും സാരമില്ല, അവൻ്റെ വരവ് വാതിൽക്കലായിരിക്കുന്നു. നിങ്ങളുടെ വീണ്ടെടുപ്പിൻ്റെ നാള് അടുത്തിരിക്കിയാൽ നിങ്ങളുടെ തലകളെ ഉയർത്തി നോക്കുവീൻ, അവൻ്റെ മടങ്ങി വരവ് വാതിൽക്കലായിരിക്കുന്നു. സ്തോത്രം. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ കർത്താവിൻ്റെ മടങ്ങി വരവിൻ്റെ സമയം ഞാൻ പലപ്പോഴും ഓർക്കും. കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തപ്പോൾ എൻ്റെ വിദ്യാർത്ഥികളോട് പറഞ്ഞു, കർത്താവ് അറിഞ്ഞുകൊണ്ട് അവൻ്റെ വരവിൻ്റെ കൃത്യമായ സമയം അറിയിക്കാഞ്ഞ്. കർത്താവ് മടങ്ങി വരുന്നത് 2025 മാർച്ച് മാസം 3-ാം തീയതി വൈകിട്ട് 4 മണിക്കെന്നൊരു സമയം നമുക്ക് തന്നിരുന്നെങ്കിൽ ഇതിനകത്ത് നിങ്ങൾ ചിലരെങ്കിലും എൻ്റെ സ്വഭാവക്കാർ കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ രക്ഷിക്കപ്പെടുന്ന എപ്പോഴാണ്? നമ്മൾ സ്നാനപ്പെടുന്ന എപ്പോഴാണ്? നമ്മൾ കർത്താവിനോട് ചേരുന്ന എപ്പോഴാണ്? ഒരു മാർച്ച് 2-ാം തീയതി അല്ലെങ്കിൽ 3-ാം തീയതി രാവിലെ ഉള്ള സമയം വരെ നമ്മൾ തള്ളി നീക്കി പോകും. അങ്ങനെ പോകുമ്പോൾ എന്ത് വലിയ നഷ്ടങ്ങൾ അതിൻ്റെ പുറകിലുണ്ടാകുന്നറിയാമോ? ഒന്നാമത്തെ നഷ്ടം, ഇതുപോലുള്ള സുവിശേഷ ഘോഷണം നമുക്ക് നഷ്ടമായി പോകുന്നു. രണ്ടാമത്തെ നഷ്ടം, ആത്മീയ കൂട്ടായ്മ നമുക്ക് നഷ്ടമായി പോകുന്നു. മൂന്നാമത്തെ നഷ്ടം, ഇതുപോലെയുള്ള സഭകളും പ്രസ്ഥാനങ്ങളും നമുക്ക് നഷ്ടമായി പോകുന്നു. കർത്താവിന് ഒരിക്കലും അബദ്ധം പറ്റിയിട്ടല്ല. അവൻ കൃത്യമായ ഒരു സമയം നമുക്ക് നൽകാഞ്ഞത്. കൃത്യമായ സമയം നൽകാത്തതിലും അതേ സന്തോഷമുള്ളവർ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. എന്നാൽ ചില സൂചനകൾ കർത്താവ് നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള സൂചനകൾ ഒന്നാണ് നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ. നോഹയുടെ കാലത്ത്, ആസ് ഇൻ ദ ഡേയ്സ് ഓഫ് നോഹ. എന്താണ് ഈ നോഹയുടെ കാലത്ത് സംഭവിച്ചത്? അന്ന് സംഭവിച്ചതായ അതേ നിഷ്ഠൂരമായ ചില സംഭവങ്ങളെ ഞാൻ എടുത്തു കാട്ടുമ്പോൾ നിങ്ങൾ പറയും, അതല്ലേ അർത്ഥാൽ ഇന്ന് നമുക്ക് ചുറ്റും അല്ല നമ്മുടെ മുൻപിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന്. അതെ, ഞാൻ പറയാതെ നിങ്ങൾ എല്ലാവരും പറയും. സ്തോത്രം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരുമിച്ച് ഈ മെസ്സേജ് ഇങ്ങനെ കൺക്ലൂഷൻ കുറിക്കാം. നാം പ്രിയം വെച്ചിരിക്കുന്ന നമ്മുടെ കർത്താവ് അതെ ഇതാ വാതിൽക്കലായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ നമ്മുടെ കർത്താവ്, തേജോമയനായ ദൈവം, അവൻ മനുഷ്യനെ സൃഷ്ടിച്ചത് തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമായിരുന്നു. എന്താ ഈ സ്വരൂപവും സാദൃശ്യവും? ഇംഗ്ലീഷിൽ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇമേജ്, man is created in the image and likeness of God. എന്താ ഇമേജ് ലൈക്ക്നെസ് അഥവാ അവൻ്റെ സ്വരൂപവും സാദൃശ്യവും എന്നൊക്കെ പറഞ്ഞാൽ, പഴയ നിയമം അത് എഴുതപ്പെട്ടതിന് മൂലഭാഷ എബ്രായ ഭാഷയാണ്. എബ്രായ ഭാഷയിൽ അതിന് കൊടുത്തിരിക്കുന്ന ഒറ്റ പദമേ ഉള്ളൂ, 2 പദമില്ല. ആ കൊടുത്തിരിക്കുന്ന ഡെമ്യൂത്ത് എന്ന പദമാണ്. ഡെമ്യൂത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം, അവൻ നമ്മെ സൃഷ്ടിച്ചത് അവൻ്റെ
അതെ, ആകൃതിയിലല്ല പ്രകൃതിയിലാണ് നമ്മെ സൃഷ്ടിച്ചത്. ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യരെ സൃഷ്ടിച്ചുവെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ആകൃതിയിലല്ല. ഡെമ്യൂത്ത് എന്ന് പറഞ്ഞാൽ ആകൃതിയല്ല, മറിച്ച് അവൻ്റെ പ്രകൃതിയിലാണ് കർത്താവ് സൃഷ്ടിച്ചത്. ഇനി അല്പം കൂടെ കടന്നു പറയട്ടെ, നമ്മുടെ കർത്താവിൻ്റെ ആ തിരുഛായയിൽ, ആ സ്വഭാവത്തിൽ, ആ തേജസ്സിൽ എന്നെയും നിങ്ങളെ സൃഷ്ടിച്ചുവെന്ന് പറയുമ്പോൾ സൃഷ്ടിപ്പിൽ തന്നെ നമ്മളെത്ര ശ്രേഷ്ഠരാ ദൈവമക്കളെ, നമ്മളെത്ര ശ്രേഷ്ഠരാ. ആ നിലയിലല്ലേ ദൈവം നമ്മെ സൃഷ്ടിച്ചുണ്ടാക്കിയത്. ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? മാൻ ഈസ് ക്രിയേറ്റഡ് നോട്ട് ഇൻ ദ ഡാമേജ് ഓഫ് ഗോഡ് ബട്ട് ഇൻ ദ ഇമേജ് ഓഫ് ഗോഡ്. ദൈവത്തിന് നഷ്ടമായി പോയ, വൈകല്യം സംഭവിച്ചു പോയ ഒന്നിൽ നല്ല ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചത്. നോട്ട് ഇൻ ദ ഡാമേജ് ഓഫ് ഗോഡ് ബട്ട് ഇൻ ദ ഇമേജ് ഓഫ് ഗോഡ്. ദൈവം തൻ്റെ സ്വരൂപത്തിൽ, സാദൃശ്യത്തിൽ, അവൻ്റെ പ്രകൃതിയിൽ അവൻ നമ്മെ സൃഷ്ടിച്ചു, ആകൃതിയിലല്ല. ചില ആളുകൾ അതേ തർക്കിക്കാനും വാദിക്കാനും ഒക്കെ വരാറുണ്ട്. ദൈവത്തിന് ആകൃതി ഇല്ലെന്ന് എങ്ങനെ പറയാൻ കഴിയും? വേദപുസ്തകം എത്ര വ്യക്തമായി പറയുന്നു. ദൈവത്തിന് കരങ്ങളുണ്ട്, ദൈവം സംസാരിക്കുന്നു, കണ്ണുകളുണ്ട്, കാലുകളുണ്ട്, അവൻ സഞ്ചരിക്കുന്നു, അവൻ ഇറങ്ങി വരുന്നു, തോട്ടത്തിന് നടുവിൽ കൂടെ നടക്കുന്നു. അങ്ങനെ വരുമ്പം ദൈവത്തിന് ആകൃതിയില്ലേ, ദൈവത്തിന് നമ്മെപ്പോലെ കൈകാലുകളില്ലേ എന്ന് വാദിക്കുന്നവരുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നു, ചിക്കാഗോയിൽ നടന്ന ഒരു കൺവെൻഷന്, 3 ദിവസത്തെ കൺവെൻഷനാണ്. ഞാൻ അതിൻ്റെ പ്രഭാഷകന്. ചില വർഷങ്ങൾക്ക് പിറകിലാണ് ഞാൻ ഈ ഒരു വിഷയം പറഞ്ഞാൽ എന്നോട് പിണങ്ങിയിട്ട് ചില സഹോദരിമാർ പിറ്റേ ദിവസങ്ങളിലെ മീറ്റിങ്ങിൽ വന്നില്ല. അദ്ദേഹം പറഞ്ഞ ഇതാണ്: ഈ മനുഷ്യൻ്റെ ദുരുപദേശം കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞാൻ ദുരുപദേശമല്ല പറഞ്ഞത്. ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ദൈവത്തിന് നമ്മളെപ്പോലെ കയ്യും കാലും ഒന്നുമില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ചോദിക്കും, വേദപുസ്തകത്തിലല്ലേ എഴുതി വച്ചിരിക്കുന്നത് അവൻ കണ്ടു എന്ന്? അപ്പോൾ കണ്ണില്ലാതെ കാണാൻ പറ്റുമോ? ഞാനൊന്ന് പറയട്ടെ, നമുക്ക് കാണാൻ കണ്ണ് വേണം, തമ്പുരാൻ അത് വേണ്ട. കണ്ണില്ലേലും കൈകളില്ലേലും കാലുകളില്ലേലും ഒരവയവമില്ലെങ്കിലും ആത്മാവാകുന്ന ദൈവം, സകലറ്റിനും മീതെ വസിക്കുന്ന ദൈവം, അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ദൈവം, സർവചരാചങ്ങളുടെ സൃഷ്ടിതാവായ ദൈവം, ആഴിയെ മൂഴിയെ ഒറ്റ വാക്കിനാൽ വിളിച്ചുളവാക്കിയ അനന്തതയിൽ വസിക്കുന്ന നമ്മുടെ ദൈവം, അവന് പ്രത്യേകം ഒരാകൃതി ഇല്ലെങ്കിലും അവർ ഇന്നും ആത്മാവായി നമ്മുടെ മധ്യയെ വസിക്കുമ്പോൾ നാം നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിക്കാണുന്നതിനപ്പുറം ഈ ആത്മാവിനെ നോക്കിക്കാണുവാൻ കഴിയും. നമ്മുടെ കാലുകൊണ്ട് നടക്കുന്നതിനപ്പുറം ഈ ആത്മാവിന് പ്രവർത്തിപ്പാൻ കഴിയും. നമ്മുടെ കൈകൊണ്ട് വല്ലതും ചെയ്യുന്നതിനപ്പുറം ഈ ആത്മാവിന് അത് ചെയ്യുവാൻ കഴിയും. കാര്യം, നാം വിശ്വസിക്കുന്ന നമ്മുടെ ദൈവം അവൻ ആത്മാവാണ്. ദൈവത്തിന് സ്തോത്രം. അവൻ ആകൃതി ഉണ്ടെങ്കിൽ അതിന് സ്ഥലകാല പരിമിതിയും കൂടെ നമ്മൾ സമ്മതിക്കണം. ഇപ്പോൾ എനിക്കൊരാകൃതിയുണ്ട്. എനിക്ക് ഈ സമയത്ത് ഇവിടെ നിൽക്കാനേ പറ്റുകയുള്ളൂ. എനിക്ക് ഈ സമയത്ത് മണക്കാല നിൽക്കാൻ ഒക്കെയില്ല. എന്നാൽ ഈ ആകൃതിയൊക്കെ മാറുന്ന ഒരു സമയമുണ്ട്. തേജസ്കരിക്കപ്പെട്ട ഒരവസ്ഥയിലേക്ക് ഞാൻ മാറും. അന്ന് എനിക്ക് സ്ഥലകാല പരിമിതി വിഷയമല്ല. ഇവിടെ നിൽക്കുന്ന ഞാൻ നിമിഷ നേരം കൊണ്ട് മണക്കാലയിലെത്തിയെന്ന് വരും, നിമിഷ നേരം കൊണ്ട് മല്ലപ്പള്ളിയിലെത്തിയെന്ന് വരും. അത് വേറൊരു വിഷയം. നമ്മുടെ ദൈവത്തിൻ്റെ ആകൃതിയല്ല വിഷയം, മറിച്ച് പ്രകൃതിയാണ്. ഇന്ന് രാത്രി ആ വിഷയത്തിലേക്ക് ഞാനൊന്ന് കടന്നു വരട്ടെ. ദൈവം നമ്മെ സൃഷ്ടിച്ചത് തൻ്റെ പ്രകൃതിയിലാണ്. തൻ്റെ പ്രകൃതി, ആ പ്രകൃതി എന്ന് പറയുമ്പോൾ 7 വിധ ഗുണവിശേഷങ്ങളോടുകൂടിയാണ് ആദിമ മനുഷ്യനെ ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചത്. 7 വിധ ഗുണവിശേഷങ്ങൾ. സ്തോത്രം. ഒന്നാമത്തെ ഗുണവിശേഷം പയറ്റി എന്ന് പറയും. പയറ്റി, ആരാധനയ്ക്ക് വേണ്ടി ആരാധനയുടെ കൃപ നൽകി. അങ്ങനെയാണ് ദൈവം ആദിമ മനുഷ്യനെ സൃഷ്ടിച്ചത്. പയറ്റി. രണ്ടാമത്തത് പ്യൂരിറ്റി, വിശുദ്ധിയോടുകൂടെ നിർമ്മലതയുടെ പുടവയൊക്കെ അണിയിച്ച് അങ്ങനെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചുണ്ടാക്കിയത്. മൂന്നാമത്തതാണ് ഇമ്മോർട്ടാലിറ്റി, അമർത്യത എന്ന് പറയും. മരണമില്ലാത്ത ഒരനുഭവം.
ഒരനുഭവം, നിത്യമായ ഒരനുഭവം. അതേ അനുഭവത്തോടു കൂടിയാണ് ആദിമ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചുണ്ടാക്കിയത്. നാലാമത്തതാണ് റാഷണാലിറ്റി എന്ന് പറയും. ദൈവത്തിൻ്റെ അതേ ബുദ്ധിയോടും അതേ കഴിവോടും കൂടെ ദൈവം നമ്മയും സൃഷ്ടിച്ചുണ്ടാക്കി. അതാണ് റാഷണാലിറ്റി എന്ന് പറയുന്നത്. അഞ്ചാമത്തതാണ് സോളിഡാരിറ്റി എന്ന് പറയും. എന്താ സോളിഡാരിറ്റി? ആമേ കൂട്ടായ്മ അനുഭവിപ്പാൻ. നമ്മുടെ ദൈവം, ത്രിയേക ദൈവം, ഒരു കൂട്ടായ്മയിൽ വസിക്കുന്ന ദൈവമാണ്. ആ കൂട്ടായ്മയിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആഗ്രഹമാണ് തൻ്റെ മനുഷ്യനും കൂട്ടായ്മ അനുഭവിക്കണം. ഞാനില്ലാതെ നിങ്ങൾക്കൊക്കെയില്ല, നിങ്ങളില്ലാതെ ഞാനും ഒക്കെയില്ല. അപ്പോൾ ഒരു വലിയ കൂട്ടായ്മ ബന്ധത്തിലായിരിക്കാൻ ആഗ്രഹിക്കുന്ന അതേ സ്വഭാവത്തിലാണ് ആദിമ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. അടുത്തത് അതോറിറ്റി എന്ന് പറയും. സർവചരാചരങ്ങളെ കാൽക്കീഴയാക്കി അധികാരത്തോടുകൂടെ രാജകീയ പ്രഭയോടുകൂടെ വാഴുവാനാണ് ദൈവം നമ്മെ അത് സൃഷ്ടിച്ചുണ്ടാക്കിയത്. ആമേ 7 ഇറ്റേണിറ്റി. ആമേ അനന്തതയോടുകൂടെ, നിത്യമായ അനുഭവത്തോടുകൂടെ, ആദിയിൽ അന്തമില്ലാത്ത അതേ നിത്യമായ അനുഭവത്തോടുകൂടെ അങ്ങനെയാണ് ദൈവം ആദിമ മനുഷ്യനെ സൃഷ്ടിച്ചത്. നോക്കണേ, 1 പയറ്റി, 2 പ്യൂരിറ്റി. ഇങ്ങനെ പറഞ്ഞാൽ കുറെ ഇറ്റ് നിങ്ങൾക്ക് കേൾക്കാനായി പറ്റും. 7 സ്വഭാവ വിശേഷതകളോടുകൂടെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ട വൈശിഷ്ട്യമായിരുന്നു തേജോമയനായ ദൈവം തേജസ്സിൽ ഇറങ്ങി വരുമ്പോൾ അവൻ്റെ കാൽച്ചുവട്ടിലേക്ക് ഈ മനുഷ്യൻ ഓടി വന്നു വീണ് അവനെ നമസ്കരിക്കണമെന്നുള്ളത്, ആരാധിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ നിത്യപദ്ധതിയായിരുന്നു. എന്നാൽ പറയട്ടെ, പിശാച് അവൻ്റെ സർവ്വ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് അവൻ എന്ത് ചെയ്തു? ഈ മാനവജാതിയെ വഴിതെറ്റിച്ച് കളഞ്ഞു. മാനവജാതിയെ പാപത്തിൽ അകപ്പെടുത്തി വഴിതെറ്റിച്ച് കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ മാനവജാതി പാപത്തിൽ വീണ നിമിത്തം സംഭവിച്ചത് എന്താ? ഈ 7 വിധ ഗുണവിശേഷങ്ങൾ, അല്ലെ ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും എന്ന ആ മഹത് അനുഭവം അത് നഷ്ടപ്പെടുന്നില്ല, പൂർണ്ണമായി നഷ്ടപ്പെടുന്നില്ല. മറിച്ച് അതിന് വൈകല്യം സംഭവിക്കുകയാണ്. പൂർണ്ണമായി നഷ്ടപ്പെടുന്നില്ല, വൈകല്യം സംഭവിക്കുകയാണ്. എന്താ ഈ വൈകല്യം എന്ന് പറയുന്നത്? സ്തോത്രം. ഫിലിപ്പാസ് മുമ്പേ ഓർപ്പിച്ചു, ഈ ക്രിക്കറ്റ് കളിക്കാനിരിക്കുന്നവർ ഇങ്ങനെ കയ്യും കെട്ടി ഇങ്ങനെ മൂകരായിരിക്കുന്നതല്ല, സെഞ്ചുറി അടിച്ച് കയറുന്ന ഒരു പ്രകൃതത്തിൽ നിങ്ങളൊന്ന് ഇരിക്കണമെന്ന കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു. ഇരുന്ന് ഞാനും അങ്ങ് ചിരിച്ചുപോയി അത് കേട്ടപ്പോൾ. ഇവിടെ ഇരുന്ന് പലരും ചിരിക്കുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ നമുക്കൊന്ന് ഉത്സാഹത്തോടെ ഒന്നിരിക്കാം. വിഷയത്തിൻ്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ സെഞ്ചുറി അടിക്കുമെന്ന എൻ്റെ വിശ്വാസം. ദൈവത്തിന് സ്തോത്രം. മടങ്ങി വരട്ടെ. ആമേ, ഇതിന് വൈകല്യം സംഭവിക്കുക, പൂർണ്ണമായി നഷ്ടപ്പെടുകയില്ല. വൈകല്യം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നമ്മൾ അതേ ഇതിന് മുൻപൊക്കെ, ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഇന്ന് കണ്ണാടി എവിടെയെങ്കിലും ഭിത്തിയിലൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. എന്നാൽ ഒരു കൊച്ചു കണ്ണാടി എടുത്ത് നമ്മുടെ അപ്പച്ചന്മാരൊക്കെ ഷേവ് ചെയ്യാൻ വെളിയിലോട്ട് വന്നിരുന്ന് ഷേവ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ കാണും. ഒരു കൊച്ചു കണ്ണാടി, അതേ ഒരു മഗ് വെള്ളമൊക്കെ എടുത്ത് വെച്ച് അതേ സോപ്പോ എന്തേലും ഒന്ന് മുഖത്തൊന്ന് പതയ്ക്കാൻ അതും കരുതിക്കൊണ്ട് വന്ന് പുറത്ത് വന്നിരിക്കുന്നു. ഈ കൊച്ചു കണ്ണാടി എടുത്ത് മുമ്പോട്ട് ഇങ്ങനെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് വെച്ചോണ്ട് ഈ അപ്പച്ചൻ ഷേവ് ചെയ്യുന്നൊക്കെ നിങ്ങൾ അതേ കണ്ടു കാണുമല്ലോ. അങ്ങനെ ഈ കണ്ണാടി ഉയർന്നോടുന്നത് ഈ കണ്ണാടി കയ്യിൽ നിന്ന് വഴുതി താഴെ വീണു എന്ന് വിചാരിക്കുക. ആ താഴെ വീണുമ്പോൾ ആ കണ്ണാടി അതിൻ്റെ ഗ്ലാസ് കഷ്ണം കഷ്ണമായി ചിന്നി അത് പൊട്ടി മാറുന്നു. കഷ്ണം കഷ്ണമായി ചിന്നി മാറുന്നെങ്കിലും അത് ആ ഫ്രെയിമിൽ നിന്ന് പുറത്തു വരുന്നില്ല. ആ ഫ്രെയിമിനകത്ത് തന്നെയാണ് ഈ ഗ്ലാസ് പൊട്ടി ചിഹ്നമായിരിക്കുന്നത്. ഇനി ആ കണ്ണാടി എടുത്ത് നമ്മൾ നമ്മുടെ മുഖം ഒന്ന് നോക്കിയേ. ഇപ്പം എത്ര ഷേപ്പിലാണ് ഇപ്പം കാണുന്നത്. ഇതുവരെ ഒരു ഷേപ്പിൽ കണ്ടിരുന്ന മുഖം ഇപ്പം എത്ര ഷേപ്പിലാണ് കാണുന്നത്. ഇതാണ് വൈകല്യം സംഭവിക്കുക എന്ന് പറയുന്നത്. ആമേ, ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും അതേ സൃഷ്ടിച്ച മനുഷ്യന് അവയെ പാപം നിമിത്തം അവൻ്റെ സാദൃശ്യ സ്വരൂപവും പൂർണ്ണമായി നഷ്ടപ്പെടുന്നില്ല, മറിച്ച് അതിന് വൈകല്യം സംഭവിക്കുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ മനുഷ്യൻ്റെ ബുദ്ധി, ആമേൻ, ദൈവത്തിൻ്റെ അതേ ബുദ്ധിയോടും അതേ പ്രഭയോടും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുമ്പോൾ പക്ഷെ എന്ത് സംഭവിച്ചു? പാപനിമിത്തം അവൻ്റെ ബുദ്ധി പൂർണ്ണമായി അതേ നഷ്ടപ്പെടുന്നില്ല. പൗലോസിൻ്റെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ അതേ നികിഷ്ട
ദുഷ്ടബുദ്ധിയായി മാറി. ശരിയായ ബുദ്ധി എന്തായി? നികൃഷ്ടബുദ്ധിയായി മാറി. വൈകല്യം സംഭവിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രിയിൽ കർത്താവിനെ ഉയർത്തിക്കൊണ്ട് പറയാൻ നമുക്ക് ഒരു ദൂതുണ്ട്. എനിക്ക് ഒരു കാലഘട്ടത്തിൽ വൈകല്യമായി പോയ ആ സ്വരൂപവും സാദൃശ്യവും അല്ലെങ്കിൽ ഈ 7 വിധ ഗുണവിശേഷങ്ങളും എനിക്ക് മടക്കി തന്ന ഒരുവനുണ്ട്. അതാരെന്ന് ചോദിച്ചാൽ ഇന്ന് രാത്രി തേജസ് വാരി ചുറ്റി നമ്മുടെ മധ്യേ ഉലാവുന്ന എന്റെയും നിങ്ങളുടെയും വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന യേശു കർത്താവ്. അംഗീകരിക്കുന്ന ദൈവമക്കൾ കരമൊന്ന് തട്ടി ശക്തമായി ദൈവത്തെ ആരാധിക്കട്ടെ. സ്തോത്രം. നഷ്ടപ്പെട്ടു പോയ സ്വരൂപവും നഷ്ടപ്പെട്ടു പോയ സാദൃശ്യവും നമുക്ക് വീണ്ടെടുത്ത് തന്നത് കാൽവറി ക്രൂശിൽ പരമയാഗമായി തീർന്ന നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, നമ്മുടെ രക്ഷകൻ. കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ നോർത്ത് ഈസ്റ്റ് സ്റ്റുഡൻസും ഒക്കെ ക്ലാസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ആദം പാപം ചെയ്ത വിധമൊക്കെ ഇങ്ങനെ ഒരു വിഷയത്തോളം എന്തെങ്കിലും ഇങ്ങനെ തൊട്ട് പറഞ്ഞു പോകുമ്പോൾ അപ്പോൾ ഈ ഒരു സ്റ്റുഡൻറ്റ്, അതേ നോർത്ത് ഈസ്റ്റുകാരന ഷിംറി എന്ന് പറയും, അതേ എന്നോട് പറഞ്ഞു, സാറേ ആദാം ഒരു നാഗായിരുന്നെങ്കിൽ ഈ ദോഷം ഇന്ന് വരത്തില്ലായിരുന്നു. ഞാൻ ചോദിച്ചു അതെന്തുവാ? അയ്യോ, നാഗന്മാരൊരൊറ്റ പാമ്പിനെ വെറുതെ വിടത്തില്ലായിരുന്നു സാറേ. അപ്പോൾ ആദാം ഒരു നാഗയായിരുന്നെങ്കിൽ, അല്ലെ ഹവ്വ ഒരു നാഗയായിരുന്നെങ്കിൽ ഈ പാമ്പ് ചൊവ്വേ നേരെ പോയി പിഴയ്ക്കുകയില്ല, അതിനെ വെട്ടി വിഴുങ്ങുമെന്ന് അവൻ പറഞ്ഞതിൻ്റെ സാരം. എന്തു ആയിക്കൊള്ളട്ടെ, ഈ പാമ്പിൻ്റെ പിടിയിൽ അകപ്പെട്ട് അല്ലെ വഞ്ചനയിൽ അകപ്പെട്ട് പൈശാചിക വലയത്തിൽ വീണുപോയ മനുഷ്യൻ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ നിത്യ പദ്ധതിയായ സത്യ ആരാധനയിൽ നിന്ന് പിന്മാറുകയാണ്. സ്തോത്രം. ആരാധനയിൽ നിന്ന് പിന്മാറുന്ന വ്യക്തിയെയും ആരാധനയിലും മടക്കി വരുത്തുവാൻ ദൈവം തൻ്റെ പദ്ധതി ഇടുന്നതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. സ്തോത്രം. നോക്കണേ, ആദമും ഹവ്വയും ദൈവത്തെ ആരാധിക്കേണ്ടതും ദൈവമായി കൂട്ടായ്മ അനുഭവിക്കേണ്ടവർ ദൈവത്തിൽ നിന്ന് വിട്ടുമാറുമ്പോൾ ആദമിൻ്റെ കടിപ്രദേശത്ത് നിന്ന് ഇതാ ഒരുവനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. ഒരുവനല്ല, 2 സന്തതികളെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. കയീനും ഹാബേലും എന്ന് പറയുന്നത്. കയീനും ഹാബേലിനെയും ദൈവം എഴുന്നേൽപ്പിച്ചു. 2 പേരും ഒരു വീട്ടിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് ആരാധനയ്ക്കായി കടന്നു വരികയാണ്. ഇവർ കടന്നു വന്നത് ഉൽപ്പത്തി 4 നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയും. ഒരു പഴഞ്ചൻ ചരിത്രം ഞാൻ ആവർത്തിക്കുകയല്ല, അതിൽ കൂടെ ഒരു മെസ്സേജ് കൈമാറി ഞാൻ മുൻപോട്ട് വരികയാണ്. കയീനും ആരാധിപ്പാൻ വന്നു, ഹാബേലും ആരാധിപ്പാൻ വന്നു. പക്ഷെ ആരാധന കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ ഒരുവന്റെ മുഖം വാടിയിരിക്കുന്നു, മറ്റൊരുവന്റെ മുഖമോ തേജസ് ഇങ്ങനെ സ്ഫുരിച്ചു നിൽക്കുന്നത് കാണുവാനായി കഴിയും. കൃപ പ്രാപിച്ച ദൈവമക്കളെ, നമ്മൾ കർത്താവിനെ ശരിക്കും ആരാധിച്ചിട്ടുണ്ടെന്ന് എങ്ങനെയാ മനസ്സിലാക്കുന്നതെന്നറിയാമോ? എങ്ങനെയാ മനസ്സിലാക്കുന്നത്? ആരാധന കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ മുഖത്ത് നോക്കിയാൽ അറിയാം, എൻ്റെ ആരാധനയിൽ എൻ്റെ കർത്താവ് പ്രസാദിച്ചു. ആരാധന അനുഗ്രഹമായിരുന്നു. സ്തോത്രം. ആരാധന അനുഗ്രഹമായിരുന്നു. അതേ മുഖത്ത് നോക്കുമ്പോൾ അറിയാം. കൈനെ നോക്കിയാൽ അവൻ്റെ മുഖം വാടിയിരിക്കുന്നു. ചോദ്യം, എന്തുകൊണ്ട് കൈൻ്റെ മുഖം വാടി? അവിടെ എഴുതിയിരിക്കുന്നു, കൈനിലും അവൻ്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചില്ല. കൈനിലും അവൻ്റെ വഴിപാടിലും. ആ പ്രയോഗം ദൈവമക്കൾ മനസ്സിലാക്കണേ. നമ്മൾ പലപ്പോഴും ധരിച്ചിരിക്കുന്നത് അതേ വലിയ വഴിപാടും ഒക്കെ കൊണ്ട് നമ്മുടെ ദൈവത്തെ അങ്ങ് പ്രസാദിപ്പിക്കാം. ജീവിതം എങ്ങനായാലും കുഴപ്പമില്ല, വഴിപാട് കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാം. അല്ലെങ്കിൽ തീർത്ഥമോ തീർത്ഥാടനമോ വഴിപാടോ യാഗമോ യോഗമോ ഒക്കെ കൂടിയാൽ അതേ ദൈവത്തെ പ്രസാദിപ്പിക്കാം. ഇല്ല ദൈവമക്കളെ, ഇല്ല. വഴിപാട് കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുകയില്ല. എൻ്റെ ജീവിതം അതേ മറ്റൊന്നും വഴിപാടും മെച്ചവുമായി ദൈവത്തിൽ വന്നാൽ അതിൽ ദൈവം പ്രസാദിക്കണമെന്നില്ല. കർത്താവ് ആദ്യം നോക്കുന്നേ ആരെയാണെന്നറിയാമോ? വഴിപാടുമായി വന്ന എന്നെ കർത്താവ് നോക്കും. ഞാനാണ് ശരിയല്ലെങ്കിൽ എൻ്റെ വഴിപാട് എത്ര വലുതായാലും അതിൽ പ്രസാദിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവമെന്ന് പറയുന്ന. സ്തോത്രം. ഇന്ന് ആ സത്യം മനസ്സിലാക്കാതെ ഇന്ന് മനുഷ്യന് അതേ ദീർഘമായ നിലയിൽ തീർത്ഥാടനം നടത്തുന്നു, തീർത്ഥം നടത്തുന്നു, യാഗങ്ങൾ അർപ്പിക്കുന്നു, വഴിപാടുകൾ അർപ്പിക്കുന്നു. പക്ഷെ ജീവിതത്തിൽ ഒരു രൂപാന്തരം വരാതെ ഇതൊക്കെ ചെയ്താൽ ഇന്ന് രാത്രിയോ ദൈവദാസെന്ന് നിലയിൽ ഈ ദേശത്തോടായി വിളിച്ചു പറയട്ടെ, നിന്റെ വഴിപാടിൽ എൻ്റെ ദൈവത്തിന് പ്രസാദമില്ല. നീ
എത്ര വലിയ കഴിച്ചാലും ദൈവത്തിന് പ്രസാദമില്ല. നമ്മുടെ ഇടയിലും ചില ആളുകൾ, ഇവിടെ അങ്ങനെയുള്ളവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, നമ്മുടെ ഇടയിൽ ചില ആളുകളുണ്ട് 3-4 ഞായറാഴ്ച സഭായം മുടക്കിയിട്ട് അടുത്തൊരു ഞായറാഴ്ച വന്ന് അതേ പുറകെ വന്ന് പമ്മി അങ്ങിരിക്കും. സാക്ഷി ഒന്നും പറയത്തില്ല. ഒന്നും പറയാതെ പമ്മി വന്നിരുന്നിട്ട് യോഗം കഴിയുമ്പോൾ മുമ്പോട്ട് വന്ന് പാസ്റ്ററുടെ കയ്യെ ഒന്ന് പിടിച്ചിട്ട് നീളവും വീതിയുള്ള ഒരു നോട്ട് മടക്കി അങ്ങോട്ട് ഏൽപ്പിച്ചിട്ട് പറയും, പാസ്റ്ററെ ക്ഷമിക്കണേ, കഴിഞ്ഞ 4 ഞായറാഴ്ച ഞാൻ സഭായം മുടക്കി, തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷേ എൻ്റെ ബലഹീനത കൊണ്ട് അങ്ങ് സംഭവിച്ചു പോയ, ഇതൊന്ന് പിടിച്ചേ പാസ്റ്റർ, ഇതൊന്ന് പിടിച്ചേ എന്ന് പറയുമ്പോൾ പാസ്റ്റർ ഒരു പക്ഷേ അത് പിടിച്ചെന്നിരിക്കും, വാങ്ങിയെന്നിരിക്കും. പക്ഷേ സഭായം മുടക്കി നീ കൊണ്ടുവന്ന ഈ വഴിപാടിൽ എൻ്റെ ദൈവത്തിന് പ്രസാദമില്ല. ദൈവത്തിന് സ്തോത്രം. കയ്യിൻ്റെ മുഖം അതുകൊണ്ടാണ് വാടുവാനിടയായത്. ചോദ്യം, എന്തുകൊണ്ട് കയ്യിലും അവൻ്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചില്ല? ഞാൻ ഒരു മാർത്തോമാ പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ വിശ്വാസത്തിലേക്ക് വരുവാനിടയായത്. ഞാൻ സൺഡേ സ്കൂളിൽ പഠിച്ചതൊക്കെ മാർത്തോമാ ചർച്ചിലായിരുന്നു. അപ്പോൾ എൻ്റെ കുഞ്ഞു ക്ലാസ്സിലൊക്കെ അധ്യാപകൻ എന്നെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്, എന്താ കയ്യൻ കൊണ്ടുവന്ന വഴിപാടെന്ന് പറയുന്നത് എലി കടിച്ചതായ കാച്ചിലും പുഴുകുത്തിയ പയറും പിന്നെ അതുപോലുള്ളതായ സാധനങ്ങൾ കൊണ്ടുവന്നപ്പോൾ ദൈവത്തിന് അത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് പ്രസാദിക്കാതെ പോയത്. പക്ഷെ സത്യം അതാണോ? വചനം പഠിച്ചപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്, പുഴുകുത്തിയ കാച്ചിലും അതുപോലുള്ള സാധനം കൊണ്ട് വന്നത് കൊണ്ടല്ല ദൈവം അവൻ്റെ വഴിപാടിൽ പ്രസാദിക്കാഞ്ഞത്. മറിച്ച് 4:3 ഉൽപ്പത്തി 4:3 വ്യക്തമായി എഴുതിയിട്ടുണ്ട്, കുറെ കാലം കഴിഞ്ഞിട്ട് കയ്യിൻ നിലത്തിലെ അനുഭവമായി അവൻ്റെ സന്നിധിയിൽ വഴിപാടുമായി വന്നു. ഓർക്കണേ ദൈവമക്കളെ, ദൈവത്തിന് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് നീ സമയം നീട്ടിവെച്ച് കുറെ കാലം കഴിഞ്ഞിട്ട് നീ അതേ വഴിപാടുമായി വന്നാൽ ആ വഴിപാടിൽ എൻ്റെ ദൈവത്തിന് പ്രസാദമില്ല. ഒരു കൊച്ചുദാഹരണം പറഞ്ഞാൽ, ഇങ്ങോട്ട് വന്ന വഴിയിൽ എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായി എന്ന് നിങ്ങൾ അങ്ങ് വിചാരിക്കുക. ഒന്നും ഉണ്ടായില്ല കൃപയാൽ, പക്ഷെ ഉണ്ടായെന്നങ്ങ് വിചാരിക്കുക. ആക്സിഡൻ്റ് ഉണ്ടായി, തമ്പുരാൻ്റെ കൃപയാ, വണ്ടിയൊക്കെ അങ്ങ് ടോട്ടലായി, വണ്ടി നശിച്ചു. പക്ഷേ എനിക്കോ എൻ്റെ വൈഫിനോ ഓടിച്ചു വന്ന ആളിനൊന്നും ഒരു കുഴപ്പവുമില്ല എങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? ശരി, അടുത്ത ഈ 2025 ഡിസംബർ 31 രാത്രി വാച്ച്നേഴ്സ് സർവീസിൽ ഞാൻ അവന് സ്തോത്രം പറഞ്ഞേക്കാം, വഴിപാട് അർപ്പിച്ചേക്കാമെന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവത്തിന് അതിൽ പ്രസാദം ഉണ്ടോ? ദൈവമക്കളെ, ഇത്രയും നീട്ടിക്കൊണ്ട് പോകേണ്ട വല്ല കാര്യമുണ്ടോ? എന്നെ ആ മരണത്തിൽ നിന്ന് വിടുവിച്ച കർത്താവിനെ ആ കാറിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് 2 കരം ഉയർത്തി അത് ഉച്ചത്തിൽ പറയണം, കർത്താവേ, എന്നെ മരണത്തിൽ നിന്ന് വിടുവിച്ചതിനായി അങ്ങയ്ക്ക് സ്തോത്രം. ഇതിനെ സമയം നീട്ടി വെക്കരുത്. നീ ദൈവത്തിന് അർപ്പിക്കുന്ന ഒന്നിനും നീ സമയം നീട്ടി വെക്കരുത്. ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെടുന്നു. ദൈവാത്മാവ് നിന്റെ ഉള്ളിൽ ഒരു കാര്യം ചെയ്യാൻ അതിന് പ്രേരണ നൽകിയാൽ നീ സമയം നീട്ടിവെക്കരുത്. അതിൻ്റെ പുറകിൽ വലിയൊരു അനുഗ്രഹമുണ്ട്. ചില കർത്താവിൻ്റെ വേലയ്ക്കായി വിളിക്കുമ്പോൾ അവരിങ്ങനെ പറയാറുണ്ട്, എന്താ, അയ്യോ എൻ്റെ ഈ ജോലി ഇനി ഒരു 2 വർഷം കൂടെ, എൻ്റെ കമ്പനി റിട്ടയർമെൻറ്റിന് 2 വർഷം കൂടെ ഉണ്ട്, ഈ ജോലി ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങാം. മറ്റുള്ളവർ പറയുന്നു, ഞാനൊരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുക, പഠനം കഴിഞ്ഞിട്ട് ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിക്കൊള്ളാം. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നീ കോഴ്സ് പഠിക്കുന്നോ ജോലി ചെയ്യുന്നോ അല്ല വിഷയം. അവൻ്റെ വേലയ്ക്കായി വിളി നിനക്കുണ്ടെങ്കിൽ, കൂടെ നിയോഗമുണ്ടെങ്കിൽ നീ ഇറങ്ങി വാ. സ്വർഗത്തിന് നിന്നെ കരത്തിലെടുത്ത് ഉപയോഗിപ്പാൻ പദ്ധതിയുണ്ട്. എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു? അവൻ്റെ വിളി കേട്ട് അനുസരിച്ച് ആരിറങ്ങി വരുന്നുവോ അവരെ എടുത്തുപയോഗിച്ച ഒരു ദൈവത്തെയാണ് ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്നത്. സ്തോത്രം, സ്തോത്രം. ഇപ്പോൾ മാരാമൺ കൺവെൻഷനിൽ അതിൻ്റെ ഒരു പ്രധാന പ്രാസംഗികനായി അവർ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത് ഡോക്ടർ രാജ്കുമാർ എന്ന് പറയുന്ന അനുഗ്രഹീതനായ ഒരു ദൈവഭൃത്യനാണ്. അദ്ദേഹം ഒരു തികഞ്ഞ ബ്രാഹ്മണനായിരുന്നു, ഒരു പൂജാരിയായിരുന്നു. തൻ്റെ പിതാവ് ഒരു പൂജാരിയായിരുന്നു. 2005 അതേ അമേരിക്കയിൽ ഹഗായി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു സെമിനാറിൽ എനിക്ക് പങ്കെടുക്കുവാനിടയായപ്പോൾ അവിടെ വെച്ചാണ് ഈ ദൈവദാസനെ ഞാൻ കാണുന്നത്. ക്ലാസ് എടുക്കാൻ അവിടെ വന്നതാണ്. അങ്ങനെയാണ് കാണുന്നത്. തൻ്റെ അനുഭവ സാക്ഷ്യം പറയുവാനിടയായി. താൻ ഒരു നല്ല പൂജാരിയും തൻ്റെ ഒരു പിതാവ് പൂജാരിയും ഒക്കെ ആയിരുന്നു. ആ നിലയിൽ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ഒരു വ്യക്തിത്വമായി.
മാറിയിരുന്നു. സ്തോത്രം. ബാല്യം മുതലേ അതേ പൂജകൾ നടത്തിയും അതിൻ്റെ ചിട്ടയിലും മട്ടിലുമൊക്കെ ഇദ്ദേഹം വളർന്നു വന്നു. ഇതര മതഗ്രന്ഥങ്ങളെല്ലാം താൻ വായിച്ചു, നല്ലവണ്ണം പഠിച്ചിട്ടുണ്ട്. പക്ഷേ ബൈബിള് താൻ തൊട്ടിട്ടില്ല. തനിക്കറിയത്തില്ല, എന്തോ ഒരു അലർജി, ബൈബിളെ തൊടുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. ഇനി ക്രിസ്ത്യാനിയായി പോയെങ്കിലോ എന്നൊരു സംശയത്തിൽ ബൈബിള് മാത്രം അദ്ദേഹം തൊട്ടിരുന്നില്ല. അദ്ദേഹം എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. ഡൽഹിയിൽ ഒരു ജോലിയുള്ള ബന്ധത്തിൽ ഒരു ഉയർന്ന കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ അതേ തൊട്ടടുത്തൊരു ഹോട്ടലിലാണ് അതേ ഒരു രാത്രി വിശ്രമിപ്പാനിടയായത്. ഏതാണ്ട് 3 മണി സമയമായപ്പോൾ ഇദ്ദേഹം നല്ല ഉറക്കത്തിൽ കിടക്കുമ്പോൾ ക്രൂശിതനായ യേശു തൻ്റെ മുൻപിൽ അതേ നിലയിൽ, ആ രക്തം അതേ ഊറി ഒഴുകുന്ന അതേ നിലയിൽ ഇവൻ്റെ മുമ്പിൽ വെളിപ്പെട്ടിട്ട് ഇപ്രകാരം പറഞ്ഞു, രാജ്കുമാറേ, നിനക്ക് വേണ്ടിയാ ഞാൻ കാൽവറിയിൽ ക്രൂശി മരിച്ചത്, ഞാൻ യേശുവാകുന്നു. താൻ പെട്ടെന്ന് ഉറക്കമുണർന്നു. കണ്ണ് തുറന്നു നോക്കുമ്പോൾ ഈ രൂപമാണ് തൻ്റെ മുമ്പിൽ മായാതെ മറയാതെ നിൽക്കുന്നത്. നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച യേശുവാകുന്നു. തൊട്ടടുത്തുള്ള ബൈബിൾ എടുത്ത് നീ വായിക്കണം. സ്തോത്രം. തൻ്റെ അടുക്കൽ ഒരു ബൈബിളിൻ്റെ കോപ്പിയുണ്ട്. ഗിഡിയൻസുകാർ അവർ ഹോട്ടലിലെ ഓരോ റൂമിൽ കൊണ്ടുവന്ന് ന്യൂ ടെസ്റ്റമെൻ്റ് പ്രതി വച്ചിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം ആ റൂമിൽ കയറി വന്നപ്പോഴേ ഈ പ്രതി എടുത്ത് അദ്ദേഹം മൂലക്കോട്ട് കളഞ്ഞു. കാര്യം വായിക്കാൻ താല്പര്യമില്ല. പക്ഷെ കർത്താവ് പറഞ്ഞു, നീ അതെടുത്ത് വായിക്കണം. അദ്ദേഹം വായിക്കുവാൻ തുടങ്ങി. തൻ്റെ മനസ്സും തൻ്റെ ശ്രദ്ധയും ഈ വായനയിൽ തന്നെ പിടിച്ചു നിർത്തിയതുപോലെയായി. പിന്നെ അതിൽ നിന്ന് കണ്ണുപറിക്കുവാൻ കഴിഞ്ഞില്ല. വായിച്ചു വരുമ്പോൾ ദൈവാത്മാവ് ഇങ്ങനെ ഇടപെട്ടു, എൻ്റെ ദാസനെ, ആയിരങ്ങളുടെ നടുവിൽ, 10,000ങ്ങളുടെ നടുവിൽ, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ എനിക്ക് നിന്നെ ഉപയോഗിക്കാനുണ്ട്. നീ എൻ്റെ ദാസനാണ്, നീ എനിക്ക് വേണ്ടി ഇറങ്ങി വരണം. സ്തോത്രം. നല്ല ഒരു എഞ്ചിനീയറായി ആ നില ഉയർന്ന ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന വ്യക്തിക്ക് ദൈവാത്മാവിൻ്റെ ശബ്ദം അതേ ഉണ്ടായപ്പോൾ അദ്ദേഹം ഇടവും വലവും നോക്കിയില്ല, മാതാപിതാക്കളോട് ഒരു അഭിപ്രായം ചോദിച്ചില്ല. അവിടെ വെച്ച് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു. അദ്ദേഹം കർത്താവിൻ്റെ വേലയ്ക്കായി ഇറങ്ങി വന്നു. ഇന്ന് ലോകത്തിൻ്റെ മിക്ക രാജ്യങ്ങളിൽ ഓടി നടന്ന് സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ദൈവഭൃത്യൻ ഇപ്പോൾ മാരാമണ്ണ് കൺവെൻഷൻ വന്നിട്ടുണ്ട്. നാളെ പകൽ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് അവിടെയുണ്ട്. നിങ്ങൾ പോകാനല്ല പറഞ്ഞത്, ആ ദൈവം ഉപയോഗിക്കുന്ന അദ്ദേഹത്തോടൊരു ഡേറ്റ് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കിയേ. അദ്ദേഹം ഇനി ഡയറി എടുത്ത് മറിച്ചിട്ട് പറയും, 2025 എനിക്ക് ഒരു ഡേറ്റുമില്ല, 2026 ഡേറ്റ് ഇല്ല, 2027 എനിക്ക് ഒരു ഡേറ്റ് പോലും തരാനില്ല, 2028 വേണേ ജൂൺ മാസത്തിൽ ഒരു ഡേറ്റ് തരാമെന്ന് പറയും. അതുപോലെ ദൈവം ശക്തിയോട് ഉപയോഗിക്കുന്ന, എന്നെ വളരെ ആകർഷിച്ച ഒരു സംഭവം പറഞ്ഞ് ഞാൻ മുൻപോട്ട് വരട്ടെ. ദൈവം ഒരു വ്യക്തിയെ ഉപയോഗിക്കുന്ന വിധമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത്, നിങ്ങൾ ഏത് ചോദ്യം ബൈബിളുമായിട്ടോ അല്ലെങ്കിൽ ലോകപരമായിട്ടുള്ളതായോ ഏത് ചോദ്യം ആ വ്യക്തിയോട് നിങ്ങൾ ചോദിച്ചാലും അദ്ദേഹം ചെയ്യുന്നത് കണ്ണും നടക്കും. ഒരല്പസമയം കണ്ണടയ്ക്കും. എന്നിട്ട് കുറഞ്ഞതൊരു 3 വാക്യങ്ങൾ എടുത്തു വെച്ചിട്ട് അതിന് മറുപടി നൽകാറുണ്ട്. 3 വാക്യങ്ങൾ കുറഞ്ഞത്. നോക്കണേ, ക്രിസ്തീയ മാർഗത്തിൽ വന്നിട്ട് കുറേ വർഷമേ ആയുള്ളൂ. എല്ലാം കൂടെ കണക്കൂട്ടി വന്ന 20 വർഷം പോലും ആയിട്ടില്ല. ബൈബിൾ ഇതുപോലെ തറവാക്കിയിട്ടുള്ള, കാണാതെ പഠിച്ചതുപോലെ നമുക്കങ്ങ് തോന്നും ആക്കിയിട്ടുള്ളൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചാൽ കണ്ണും നടയ്ക്കും. എന്നിട്ട് 3 വാക്യങ്ങൾ കുറഞ്ഞത്, അതിൻ്റെ റെഫറൻസ് ആദ്യം പറയും, പിന്നെ ആ വാക്യങ്ങൾ കാണാതെ പറയും. അത് ഏത് ചോദ്യം നിങ്ങൾ ചോദിച്ചോ അദ്ദേഹം തന്നെ ആ വാക്യങ്ങൾ കാണാതെ പറയും. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് ചോദിച്ചു, സാറേ നിങ്ങൾക്കെങ്ങനെ ഇങ്ങനെയൊക്കെ ഇത്രയും അതേ കാണാതെ ഈ വാക്യങ്ങൾ റെഫറൻസ് അധികം പറയാൻ കഴിയുന്നത്? ഞാൻ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്, പക്ഷേ എനിക്കിന്നും ബൈബിളിലെ പല ഭാഗം അറിഞ്ഞുകൂടെ സാറേ. നിങ്ങൾ സെമിനാരി പഠിച്ചിട്ടുണ്ടോ? ബൈബിൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു സെമിനാരിയിലും പഠിച്ചിട്ടില്ല, ഒരു ബൈബിൾ സ്കൂളിൽ ഇതുവരെ ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷേ എനിക്കുള്ള അനുഭവം ഇങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞ അനുഭവം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. അതെ, നിങ്ങളൊരു ചോദ്യം ചോദിച്ചാൽ ഞാനൊന്ന് കണ്ണടയ്ക്കും, കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ എനിക്കിതിന് മറുപടി തരണമേ. കർത്താവ് മറുപടി തരുന്നത് എങ്ങനെയെന്നറിയാമോ? ഒരു സ്ക്രീൻ
എൻ്റെ മുമ്പിൽ വന്ന് പ്രത്യക്ഷമാകും. ആ സ്ക്രീനിലാണ് ഈ റെഫറൻസും ഈ വാക്യവും എന്നെ എഴുതി കാണിക്കുന്നത്. ഞാൻ അത് നോക്കിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കൃപയാൽ ഇന്ന് വരെ ഞാൻ അതാ ചെയ്തു വരുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് പറയട്ടെ, ക്രിസ്തീയ പശ്ചാത്തലത്തിൽ ജനിച്ചവരല്ലേ നമ്മളൊക്കെ. നമ്മെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത അസാധാരണമായ കാര്യങ്ങൾ ഇങ്ങനെയുള്ളവരെ കൊണ്ട് കർത്താവ് ചെയ്യിക്കുമ്പോൾ എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്? അവൻ്റെ കൽപ്പന അനുസരിച്ച്, അവൻ്റെ ശബ്ദം കേട്ട് ആരിറങ്ങി വന്നാലും അനുസരിക്കുന്നവരെ കരങ്ങളിൽ എടുത്തുപയോഗിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. വിശ്വസിക്കുന്നവർ കരമുയർത്തി ശക്തിയോടെ കർത്താവിനെ സ്തോത്രം. കുറേ കാലം കഴിഞ്ഞിട്ട് കേട്ടോ, സമയം നീട്ടിവെക്കുന്ന പരിപാടി, ഇംഗ്ലീഷിൽ പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറയും. സമയം നീട്ടിവെക്കുന്ന പരിപാടി കർത്താവിന് ഇഷ്ടമല്ല. ഇന്ന് ഇറങ്ങാൻ പറഞ്ഞാൽ ഇന്നങ്ങ് ഇറങ്ങിക്കോണം, അതാ ഏറ്റവും നല്ലത്. മാംസരക്തങ്ങളോട് പോലും ആലോചന ചോദിക്കാതെ അതേ നമുക്ക് മുൻഗാമിയായി ഇറങ്ങി വന്ന പൗലോസിനെ പോലെ ഉള്ളവരെ നമ്മളൊന്ന് ഓർക്കണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഉള്ളവരെ ഒരു കാലഘട്ടത്തിൽ ദൈവാത്മാവ് ഉപയോഗിച്ചെങ്കിൽ ഇന്ന് രാത്രി പ്രവചന ആത്മാവിൽ വിളിച്ചു പറയട്ടെ, കർത്താവിൻ്റെ ശബ്ദം കേട്ട് അനുസരിച്ചിറങ്ങി വരുന്ന ഇതിനകത്തിരിക്കുന്ന ചിലരെ അതിലും ശക്തമായി കരങ്ങളെടുത്ത് ഉപയോഗിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എൻ്റെ ദൈവത്തിന് കഴിയും. അവൻ അഭിഷേകം ചെയ്താൽ അങ്ങനെ തന്നെ സംഭവിക്കും. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ച നോക്കണേ. ഹാബേൽ സന്തോഷചകിതനായി തേജസ് വാരി ചുറ്റിയതുപോലെ ആരാധന കഴിഞ്ഞ് പുറത്തു വരുന്നു. കയീൻ അവനെതിരെ ദുഷ്ടച്ചെങ്കോലുമായി എഴുന്നേറ്റ് വരുന്നു. ഒരു നിമിഷം കൊണ്ട് അവനെ അടിച്ച് കൊന്ന് മറവ് ചെയ്യുന്നു. സ്തോത്രം. പിശാച് മാറി കൈകൊട്ടി പറഞ്ഞു, തമ്പുരാൻ്റെ ആരാധനയുടെ നിത്യ പദ്ധതി ഇതോടുകൂടി തകർന്നു എന്ന് പറഞ്ഞു. ഓർക്കണം ദൈവമക്കളെ, ആരാധിക്കുന്ന ദൈവമക്കൾക്ക് നേരെ ശക്തമായ വെല്ലുവിളിയുണ്ട്. പിശാചിന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യമുണ്ടെങ്കിൽ നീ ആരാധിക്കുന്നതായി ഇഷ്ടമല്ലാത്ത കാര്യം. പിശാചിന് ഇഷ്ടമല്ലാത്തൊരു കാര്യമുണ്ടെങ്കിൽ നിന്റെ ഉപവാസവന് ഇഷ്ടമല്ലാത്ത കാര്യം, നിന്റെ പ്രാർത്ഥനയായില്ല. അതെ, അവൻ ഇഷ്ടമില്ലാത്ത കാര്യം. പ്രാർത്ഥന എങ്ങനെ തടയാമോ, ആരാധന എങ്ങനെ തടയാമോ, അതിനെതിരായി എഴുന്നേറ്റ് വരുന്ന എല്ലാ ദുർവ്യാപാര ശക്തികളും ഏശാന്തര ശക്തികളും ഇന്ന് രാത്രി എൻ്റെ കൂടെ ദൈവമക്കളും ആരാധിച്ചു വരുന്നെങ്കിൽ ഈ ദേശം വിട്ട്, ഇതിന്റെ പരിസരം വിട്ട് യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറുവാൻ അധികാരത്തോടെ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ശക്തമായി കർത്താവിനെ ഒന്നാരാധിച്ചാട്ടെ. ആത്മാവിന്റെ നിറവിൽ ദൈവത്തെ ഒന്നാരാധിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പിശാച് ഉറക്കെ പറഞ്ഞു, ദൈവത്തിന്റെ ആരാധന പദ്ധതി ഇതോടുകൂടി അസ്തമിച്ചു. തിരിച്ചു പറയാം, പിശാചേ, ഒരു ഹാബേൽ മരിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ ആരാധനയുടെ പദ്ധതി തകർക്കാൻ നിനക്ക് കഴിയുകയില്ല. ഒരു ഹാബേലിൻ്റെ സ്ഥാനത്ത് ഒരു ശേത്തിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ശേത്തിൻ്റെ സ്ഥാനത്ത് ഒരു ഏനോശിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ദൈവമക്കൾ കയറി വരണേ. ഉൽപ്പത്തി 4:24 നാം ഇങ്ങനെ വായിക്കുന്നു, ഏനോശിൻ്റെ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന മുടങ്ങിയെന്നല്ല വായിക്കുന്നത്, ആരാധന തുടങ്ങി. ഇന്ന് രാത്രിയിലും ആരാധനയുടെ ആത്മാവ് ഈ പന്തലിന്റെ കീഴിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത് തിരിച്ചറിയുന്ന ദൈവജനം കർത്താവിനെ സ്തുതിക്കട്ടെ. സ്തോത്രം, 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 സ്തോത്രം. ഏത് കാലഘട്ടത്തിലും ദൈവജനത്തെ ആരാധിപ്പിക്കയില്ല. ശരീരത്തിൽ ക്ഷീണം വരുത്തി, രോഗം വരുത്തി, തളർച്ച വരുത്തി, മനസ്സിന് ഭാരം വരുത്തി, കുഞ്ഞുങ്ങളെ ആരാധനയിൽ നിന്ന് പുറകോട്ട് പിടിച്ചു, ജീവിത പങ്കാളികളെ ആരാധനയിൽ നിന്ന് പുറകോട്ട് വലിച്ചു കൊണ്ടുപോകുന്ന എല്ലാ ഫറവോന്യ ശക്തികളും അതിൻ്റെ സകല വ്യാപാരങ്ങളും ഇരുളിൻ്റെ പോരുകളും ഈ രാത്രി അടിയൻ ശുശ്രൂഷിക്കുമ്പോൾ ഈ ആരാധന മണ്ഡലത്തിൽ നിന്ന് അതഴിഞ്ഞു മാറട്ടെ. ഞങ്ങളുടെ ചർച്ചുകളിൽ നിന്ന് അതഴിഞ്ഞു മാറട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് അതഴിഞ്ഞു മാറട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് അതഴിഞ്ഞു മാറട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
ആരാധിച്ചോണം ദൈവമക്കളെ. ആമേ. ഉള്ള ശക്തി ഉപയോഗിച്ചുകൊണ്ട് എത്ര ശക്തമായി ആരാധിക്കാമോ അതിലെ ശക്തമായി ആരാധിച്ചു കൊള്ളണം. ഏനോശിന്റെ കാലത്ത് ആരാധന മുടങ്ങിയില്ല, ആരാധന തുടങ്ങിയെന്നാ വായിക്കുന്നത്. ഉൽപ്പത്തി 5 നമ്മൾ വരുമ്പോൾ ഒരേനോശിന്റെ സ്ഥാനത്ത് ഒരു കേനാനെ ദൈവം ആരാധനയ്ക്കായി എഴുന്നേൽപ്പിച്ചു. ഒരു കേനാന്റെ സ്ഥാനത്ത് ഒരു മഹലേലിനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. ഒരു മഹലേലിന്റെ സ്ഥാനത്ത് യാരെദിനെ ദൈവം ആരാധനയ്ക്കായി എഴുന്നേൽപ്പിക്കുന്നു. യാരെദിന്റെ സ്ഥാനത്ത് 300 ദിവസവും കർത്താവിൻ്റെ കൂടെ നടക്കുവാൻ, കർത്താവുമായി കൂട്ടായ്മ ആചരിപ്പാൻ ദൈവം തിരഞ്ഞെടുത്ത ഹാനോക്കിനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. ഹാനോക്കിന്റെ സ്ഥാനത്ത് മെത്തുശലേഖിനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. മെത്തുശലേഖിന്റെ സ്ഥാനത്ത് ഒരു ലാമേക്കിനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. ലാമേക്കിന്റെ സ്ഥാനത്ത് 10ാം തലമുറക്കാരനായ നമ്മുടെ കഥാപുരുഷനായ നോഹയെ ദൈവം സത്യാരാധനയ്ക്കായി എഴുന്നേൽപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പദ്ധതി എത്ര ഭയങ്കരമാണ് ദൈവമക്കളെ, അല്ലേ? നമുക്കെതിരെ ഇന്ന് ഉയരുന്ന വെല്ലുവിളി എന്താ? നമ്മെ ആരാധനയിൽ നിന്ന് പിന്തിരിപ്പിക്കുക, ആ ശുശ്രൂഷയിൽ നിന്ന് പിന്തിരിപ്പിക്കുക. എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുന്നത്. ശാരീരിക പീഡനം വരുത്തുന്നു, ആലയം അതേ തല്ലി തകർക്കുന്നു, പരസ്യ യോഗങ്ങളൊക്കെ അതേ പരസ്യമായി ഇതൊക്കെ അവിടെ കിടക്കും. മറുവശത്ത് ദൈവമക്കൾ പറയണം, ഞങ്ങൾ ആരാധിക്കും, ഞങ്ങൾ ആരാധിക്കും. സത്യാരാധനയ്ക്കെതിരെ ഫറവോൻ ശക്തിയോട് എഴുന്നേറ്റ് വന്നപ്പോൾ തമ്പുരാൻ നിന്നുകൊണ്ട് അതേ സർവ്വജനത്തോടായി പറഞ്ഞ ഒരാഹ്വാനം ദൈവമക്കൾ മറക്കരുത്. എൻ്റെ ജനമായ ഇസ്രായേൽ, അവർ എന്നെ ആരാധിക്കേണ്ടതിന് അവരെ മരുഭൂമിയിലേക്ക് വിട്ടയക്കാം. സ്തോത്രം. ഏത് കാലഘട്ടത്തിലും മുഴങ്ങിക്കേൾക്കുന്ന ദൈവിക ശബ്ദമാണ് എന്ത്? എൻ്റെ ജനം അവർ മരുഭൂമിയിൽ അതും എന്നെ ആരാധിക്കണം, അതിനുവേണ്ടി വിട്ടയക്ക എന്ന് പറയുമ്പോൾ ഇതിനെതിരെ പിടിച്ചു വച്ചിരിക്കുന്ന ചില ശക്തികളെ ഇന്ന് രാത്രി തിരിച്ചറിയാൻ എത്ര ദൈവമക്കളുണ്ട്. എന്നെ കൊണ്ട് ശുശ്രൂഷിപ്പിക്കയില്ല, എന്നെ കൊണ്ട് ആരാധിപ്പിക്കയില്ല, എന്നെ കൊണ്ട് ഉപവസിപ്പിക്കയില്ല, എൻ്റെ കൈ കൊണ്ടൊരു നന്മ എടുക്കാൻ അനുവദിപ്പിക്കയില്ല എന്ന് വാദിച്ചു നിൽക്കുന്ന, ആരാധനയ്ക്കെതിരെ ശുശ്രൂഷയ്ക്കെതിരെ പോരാടി നിൽക്കുന്ന എല്ലാ ഫറവോന്യ ശക്തികൾ ഒരുമിച്ചൊന്ന് ആരാധിച്ചാട്ട്, ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചാട്ട്, ഉച്ചത്തിൽ ദൈവത്തെ ആരാധിച്ചാട്ട് നമ്മുടെ കൺവെൻഷന്റെ സമാപന രാത്രി ആ രാത്രിയിലേക്ക് നീങ്ങട്ടെ. ആത്മനിറവിൽ പൈശാചിക ശക്തികൾ ചില വ്യക്തികളെ വിട്ടു മാറട്ടെ. ആ രാത്രിയിൽ നിന്ന് വിട്ടു മാറട്ടെ. പിന്മാറ്റിയ അവസ്ഥയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ജഡികമായ താല്പര്യങ്ങൾ ഉള്ളിലിട്ടുകൊണ്ട് ആമെ ആരാധന പുറകോട്ട് പിടിക്കുന്ന എല്ലാ ദുഷ്ട വ്യാപാരങ്ങൾ, ദുഷ്ട ശക്തികൾ ആരാധിപ്പിക്കയില്ല, പഴയ നിലയിൽ ആരാധിപ്പിക്കയില്ല, ആരുടെ സന്തോഷം അനുഭവിപ്പാൻ അനുവദിക്കയില്ല എന്ന് വ്യാപരിച്ചു നിൽക്കുന്ന, പിടിച്ചു മുറുക്കി വെച്ചിരിക്കുന്ന എല്ലാ ഫറവോന്യ വ്യാപാരങ്ങൾ, അവന്റെ സകല അതേ കോട്ടകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അതേ അഴിഞ്ഞു മാറ്. സ്തോത്രം, 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 സ്തോത്രം. ഉൽപ്പത്തി 6-ാം അധ്യായത്തിലേക്ക് കയറി വരികയാണ്. 6-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിച്ചു തുടങ്ങുന്നു. ഭൂമിയിൽ അതേ മനുഷ്യർ പെരുകി തുടങ്ങിയപ്പോൾ, ഭൂമിയിൽ മനുഷ്യർ പെരുകി തുടങ്ങിയപ്പോൾ, അതിൻ്റെ കൂടി ഇങ്ങനൊരു വാചകം കൂടെ ചേർക്കണം, മ്ലേച്ഛതയും അതിനേക്കാൾ പെരുകി തുടങ്ങി. ഭൂമിയിൽ മനുഷ്യൻ പെരുകി തുടങ്ങി. നമുക്കറിയാമല്ലോ, ഒരു സമയം 2023 വരെ ലോക ജനസംഖ്യയിൽ അതും ചൈനയായിരുന്നു ഏറ്റവും മുൻപന്തിയിൽ നിന്ന്. ചൈനയായിരുന്നു. ഏതാണ്ട് 143.2 കോടി ജനം അന്ന് ചൈനയ്ക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഇന്ത്യയാകട്ടെ ചൈനയെ ബീറ്റ് ഔട്ട് ചെയ്തിരിക്കുക. 144 കോടി ജനം ഇന്ന് നമ്മുടെ ഭാരതത്തിലുണ്ട്. അപ്പം ചൈനയെ പോലും ബീറ്റ് ഔട്ട് ചെയ്യുന്ന ജനസംഖ്യയാണ് ഇന്ന് ഭാരതത്തിനുള്ളത്. നല്ല കാര്യം, ജനസംഖ്യ നല്ലത്. എന്ന മറുവശം അതിനനുസരിച്ച് മ്ലേച്ഛത കയറി വരിക.
മ്ലേച്ഛത പെരുകി വരിക. നോഹയുടെ കാലത്ത് അന്നുണ്ടായിരുന്ന 5 വിധ ദുഷ്ടപ്രവണതകൾ, മ്ലേച്ഛ പ്രവണതകൾ ഇന്ന് രാത്രി ഞാൻ എടുത്തൊന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ ദൈവമക്കൾ പറയണം, ഞാൻ പ്രിയം വെച്ച എൻ്റെ കർത്താവിൻ്റെ മടങ്ങി വരവ് വാതിൽക്കലായി. കാരണം നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ നാളിലും ഉണ്ടാകും. സ്തോത്രം. ഒന്നാമത്തെ ദുഷ്ടപ്രവണതയായിരുന്നു ഇമ്മോറലിസം എന്ന് പറയും. ഇമ്മോറലിസം എന്ന് പറഞ്ഞാൽ അധാർമികത, അസന്മാർഗീയത, മ്ലേച്ഛത. എൻ്റെ ദൈവമക്കളെ, ഇതിന്ന് രാത്രി ഞാനൊന്ന് വിശദീകരിക്കാൻ പോയാൽ സമയം ഇതൊന്നും പോരാ. നിങ്ങൾ ഓരോ ദിവസവും പത്രം എടുത്ത് വായിക്കുമ്പോൾ, ഞാൻ മനോരമ പത്രമാണ് ഉപയോഗിക്കുന്നത്. പത്രം എടുത്ത് വായിക്കുമ്പോൾ എന്തോ നമുക്കതിനകത്ത് വായിക്കാനുള്ളത്, എന്തോ വായിക്കാനുള്ളത്. ഇപ്പോൾ ഈ ദിവസങ്ങളിലാണെങ്കിൽ 2ാമത്തെ പേജിലോ 3ാമത്തെ പേജിലോ മാരാമൻ കൺവെൻഷനിൽ പ്രസംഗിച്ചവിടെ മെസ്സേജുകളൊക്കെ അതിൻ്റെ സംക്ഷിപ്ത രൂപം കേൾക്കും. കഴിഞ്ഞ ആഴ്ച അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൻ്റെ ജനറൽ കൺവെൻഷൻ ആയിരുന്നു. അവരുടെ മെസ്സേജുകളുടെയൊക്കെ അതേ സംക്ഷിപ്ത രൂപമൊക്കെ വായിക്കാം. നമ്മുടെ ഷാരോൻ്റെ ജനറൽ കൺവെൻഷൻ നടന്നപ്പോഴും അതേ ചില മെസ്സേജുകളൊക്കെ അതേ നമ്മുടെ പത്രത്തിൽ വരുവാനിടയായി. നല്ല കാര്യം, അത് വായിക്കാൻ ഇഷ്ടമുണ്ട്, ഇരുന്ന് വായിക്കുകയും ചെയ്യും. പക്ഷേ അതാണോ ഇന്നലത്തെ മനോരമ പത്രത്തിൻ്റെ ആദ്യത്തെ പേജ്, ഞങ്ങളുടെ അവിടെ കിട്ടിയ പത്തനംതിട്ട എഡിഷൻ മനോരമ പത്രത്തിൻ്റെ ആദ്യത്തെ പേജ്, ഒരു കൊച്ചു പയ്യൻ മലന്ന് കിടക്കും. അവൻ്റെ ശരീരത്തിൽ മുറിവേൽക്കാത്ത ഒരിടവും ഞാൻ കാണുന്നില്ല. വരിഞ്ഞ് നെടുകയും കുറുകയും ഏതാണ്ട് വരിഞ്ഞ് കീറിയെടുത്തിരിക്കുന്ന പോലെ അവൻ്റെ കൈ, അവൻ്റെ ശരീരം, അവൻ്റെ കാല് മുഴുവൻ വരിഞ്ഞ് കീറി, മുഖത്തും വരിഞ്ഞ് കീറിയെടുത്തിരിക്കുന്ന പോലെ. എന്താ സംഭവിച്ചത്? മാതാപിതാക്കൾ വലിയ പ്രതീക്ഷയോടുകൂടെ അതേ കോട്ടയത്ത് അവനെ പഠിപ്പിക്കാൻ വിട്ടതാ. അവൻ പഠിക്കാൻ പോയതാ. അവൻ പഠിക്കാൻ പോയതാ. ആ നിലയിൽ പോയ കൊച്ചൻ, ഹോസ്റ്റൽ താമസിക്കുന്ന കൊച്ചൻ, അവൻ്റെ സീനിയേഴ്സ് വന്ന് റാഗ് ചെയ്താണ് ഈ പരുവമാക്കിയിരിക്കുന്നത്. റാഗ് ചെയ്ത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇങ്ങനെയുള്ള ഒരിടത്ത് എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ വിട്ട് പഠിപ്പിക്കും? ഇനി നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ ഒരു ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കേണ്ട ഒരു സ്ഥിതി വന്നാൽ നമ്മൾ മാതാപിതാക്കൾ എങ്ങനെ സ്വസ്ഥതയോടെ വീട്ടിൽ കഴിയും? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതുപോലെ മ്ലേച്ഛമായ നിലയിൽ മനുഷ്യർക്കെതിരെ ചെയ്യുന്ന ഹീനമായ പ്രവൃത്തികൾ എത്ര വലുതാ? നിങ്ങൾ മൃഗങ്ങളെ എടുത്തു നോക്ക്, ഇഴജന്തുക്കളെ എടുത്തു നോക്ക്. ഇത്ര മൃഗീയമായി ഒരു ജാതിയിൽപ്പെട്ട മൃഗം തമ്മിൽ ചെയ്യാറില്ല. ഒരു ജാതിയിൽപ്പെട്ട അതേ ഇഴജന്തുക്കൾ തമ്മിൽ ചെയ്യാറില്ല. പക്ഷേ ഇതെന്തോരം മ്ലേച്ഛമായ അനുഭവമാണ്. വിവേകത്തിൽ അങ്ങേയറ്റം മുമ്പന്തിയിൽ നിൽക്കുന്ന, സാക്ഷരതയിൽ 100% നേടിയിരിക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എന്താ ദൈവമക്കളെ? മ്ലേച്ഛത പെരുകുക, മ്ലേച്ഛത വർദ്ധിക്കുക. സ്തോത്രം. 6-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ഭൂമിയിൽ മനുഷ്യൻ പെരുകി തുടങ്ങി. ദൈവത്തിൻ്റെ പുത്രന്മാര് മനുഷ്യപുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് ഓരോരുത്തൻ തനിക്ക് ബോധിച്ചവളെ ഭാര്യയായി തിരഞ്ഞെടുത്തു. തനിക്ക് ബോധിച്ചവളെ. നമ്മുടെ നാട്ടിൽ കേട്ടുകേഴ്വി പോലും ഇല്ലാത്ത കാര്യമായി നമ്മളിപ്പോൾ ഈ പറഞ്ഞത്. നമ്മുടെ ഇവിടെ ഒരു വിവാഹം നടക്കണമെങ്കിൽ എന്നാ ഇന്നത്തെ കാര്യമല്ലേ, ചില വർഷങ്ങൾക്ക് പിറകിൽ വരെയും അങ്ങനെയായിരുന്നു. ഇപ്പോൾ എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ വിവാഹം നടത്തിയതൊക്കെ ഞങ്ങൾ മാതാപിതാക്കളായി ഇനിഷ്യേറ്റീവ് എടുത്ത് കൊള്ളാകുന്ന ആലോചന ഞങ്ങൾ അന്വേഷിച്ച് തപ്പിപ്പിടിച്ച് കൊള്ളാമെന്ന് കണ്ടപ്പോൾ അതേ ഞങ്ങളുടെ മകൾക്ക് ഒരു മകനും ഞങ്ങളുടെ മകന് ഒരു മകളും അങ്ങനെ ആലോചിച്ച് ഉറപ്പിച്ച് തീരുമാനിച്ച് അങ്ങനെയാണ് വിവാഹം നടത്തിയത്. അതുകൊണ്ട് സമാധാനമായിട്ടിന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവർ ജീവിക്കുന്നു, ഒരു കുഴപ്പവുമില്ല. പക്ഷെ ഇന്നങ്ങനാണോ? സ്തോത്രം. ഇന്നങ്ങനെ മാതാപിതാക്കൾ ഒരാളെ ആലോചിച്ച് മോന് കൊണ്ടുവന്നാൽ അവൻ പറയും, ഇല്ല എനിക്കിപ്പോൾ വേണ്ട, ഞാനിപ്പോൾ വിവാഹം കഴിക്കുന്നില്ല പപ്പ. പിന്നെ നീ എന്നാ ഇനി വിവാഹം കഴിക്കാൻ പോകുന്നത്? അല്ല ഇപ്പം എനിക്ക് വേണ്ട പപ്പ. ഇത് പറയുമ്പോഴേ ഓർത്തോണം ഇവനാണ് കപ്പലിലെ യോനാന്ന് ഓർത്തോണം. ഈ കൊച്ചു കള്ളൻ അവൻ ആരെയോ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. മാതാപിതാക്കൾ ഓടി കടന്ന് അന്വേഷിക്കുക, എൻ്റെ കുഞ്ഞിനൊരു പെങ്കൊച്ചിനെ വേണം. നിങ്ങളൊന്നും ബന്ധപ്പെടേണ്ട കാര്യമില്ല. കൊച്ചൻ ഓൾറെഡി വേണ്ടതിനെ എല്ലാം സെലക്ട് ചെയ്ത് കഴിയും. സ്തോത്രം.
അവന് ബോധിച്ചവളെ. ഇതിനകത്ത് രക്ഷിക്കപ്പെടണമെന്നില്ല, സ്നാനപ്പെടണമെന്നില്ല, കൂട്ടായ്മ ആചരിക്കണമെന്നില്ല, സ്വജാതിയിൽ പെടണമെന്നില്ല. അവന് ബോധിച്ചവളെ. സ്തോത്രം. ദൈവമക്കളെ, നമുക്കാർക്കും ഇങ്ങനെയൊന്ന് സംഭവിക്കരുത്. എത്ര ദൈവമക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ കരത്തിൽ കൊടുത്ത് മുദ്ര ചോദിച്ചു പ്രാർത്ഥിക്കും. കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങൾ ഞാൻ സേവിക്കുന്ന ദൈവത്തെ സേവിക്കുകയും എൻ്റെ അച്ചടക്കത്തിലും ചിട്ടയിലും വളർന്നു വരുന്ന കുഞ്ഞുങ്ങളായി, എന്നോടുകൂടെ തിരുവചനവും എടുത്തുകൊണ്ട് ആലയത്തിൽ വരുന്ന കുഞ്ഞുങ്ങളായി എൻ്റെ കുഞ്ഞുങ്ങളെ തീർക്കണേ കർത്താവേ എന്ന് മുദ്ര വെച്ച് പ്രാർത്ഥിക്കാൻ എത്ര പേരുണ്ട്? സ്തോത്രം. അപ്പൻ പറയുന്നത് പോലെ, അമ്മ പറയുന്നത് പോലെ അനുസരിക്കുന്ന എത്ര കുഞ്ഞുങ്ങളുണ്ട്. നമ്മുടെ ഇടയിലെ കാര്യം തന്നെയാണ്, ഞാനത് വിശദീകരിക്കുന്നില്ലെന്നേ ഉള്ളൂ. എല്ലാം അവർക്ക് തോന്നിയതുപോലെ. ഇന്ന് വന്നപ്പോൾ നമ്മൾ വിവാഹശുശ്രൂഷ നടത്തേണ്ട ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യേണ്ട. നമ്മുടെ പിള്ളേർ കണ്ടുവച്ചിട്ടുണ്ട്, ഇന്ന ആശ്രയെ കൊണ്ട് മാത്രം നടത്തിയാൽ മതി ഞങ്ങളുടെ വിവാഹം. നമ്മൾ ഇവർക്ക് വേണ്ടി ഓഡിറ്റോറിയം ഒന്നും ബുക്ക് ചെയ്യേണ്ട, അവർ ഓഡിറ്റോറിയം എല്ലാം ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇവർക്ക് വേണ്ടി വസ്ത്രം എടുക്കണ്ട. വിവാഹ നിശ്ചയം കഴിയുന്നതിന് മുമ്പ് പറയും, പപ്പ ഞങ്ങൾ 2 കൂട്ടരൂടെ പോയി വസ്ത്രമൊക്കെ എടുത്തിട്ടുണ്ട്, പപ്പയൊന്നും എടുക്കേണ്ട കാര്യമില്ല. അമേരിക്കയിൽ വന്നു കഴിഞ്ഞാൽ കൊച്ചുങ്ങൾ തന്നെയാണ് സ്വന്തം സ്റ്റേറ്റ് വിട്ടിട്ട് മറ്റ് സ്റ്റേറ്റിൽ പോയി അവരവിടെ ആ വിവാഹം കഴിഞ്ഞ് അവിടെയാണ് 1 മാസം അതേ താമസിക്കുന്നത്. അത് വിവാഹത്തിന് മുമ്പ് തന്നെ അവിടെ പോയി അവർ താമസിക്കും. എന്തൊരു പോക്കാ ദൈവമക്കളെ. ഇന്ന് രാത്രി ഒരു ദൈവഭക്തൻ എന്ന ഒരു ദൈവദാസ് നിലയിൽ തികഞ്ഞ വേദനയോടെ പറയട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളെ മുദ്ര വെച്ച് പ്രാർത്ഥിച്ചോണം. നമ്മുടെ വഴിവിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോകുന്ന ഒരെണ്ണം കർത്താവേ ഞങ്ങളിൽ ഉണ്ടാകല്ലേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ എത്ര ദൈവമക്കളുണ്ട്. സ്തോത്രം. വാട്സപ്പിൽ കൂടെയും ഇമെയിൽ കൂടെയും വന്ന് കയറുന്ന ഒരു ഫീമെയിലിനെ എൻ്റെ മകന് വേണ്ട എന്ന് തൻ്റെ ഇടത്തോടെ പറയാൻ എത്ര മാതാപിതാക്കളുണ്ട്. അങ്ങനെയുള്ള ഒന്നിനെ എൻ്റെ മകൾക്ക് വേണ്ട എന്ന് പറയാൻ എത്ര മാതാപിതാക്കളുണ്ട്. എനിക്കറിയാം, താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ പലരെയും എനിക്ക് അടുത്തറിയാം. കുഞ്ഞോട്ടിച്ചാൻ്റെ മകൻ ഡാളസിലുണ്ട്, എൻ്റെ നല്ലൊരു സ്നേഹിതനാ, അടുത്തറിയാം. എന്നെ കിട്ടിയാൽ ആദ്യം ഒരു ഉപവാസ പ്രാർത്ഥന വയ്ക്കും. നമുക്ക് ദൈവസ്ഥലിൽ ഇരിക്കാം പാസ്റ്ററെ, എനിക്ക് ദൈവാലോചന ഒന്ന് കേൾക്കണം, ദൈവശബ്ദം ഒന്ന് കേൾക്കണം, ദൈവസ്ഥലിൽ ഇരിക്കാം എന്ന് പറയുന്ന കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയത്തില്ലേ? നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അതിൻ്റെ അച്ചടക്കത്തിലും ചിട്ടയിലും വളർത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ കണ്ണടയുന്നവരെ അവരത് പിന്തുടരുമെന്ന് വിശ്വസിക്കുന്ന ഒരുവനാ ഞാൻ. സ്തോത്രം. മ്ലേച്ഛത വരികയാ. അടുത്തത് മദ്യപാനം. മദ്യം ഒഴുകുക. എന്ത് കുടിക്കാൻ വെള്ളമില്ല, പക്ഷേ മദ്യത്തിന് ഒരു കുറവുമില്ല, അങ്ങ് ഒഴുകുക. ഈ കൊച്ചു കേരളം, എത്ര മാന്യമായൊരു കേരളം. ഈ കേരളത്തെ നശിപ്പിക്കാൻ ഇതിൽ വേറെ വല്ലതും വേണോ ദൈവമക്കളെ? ഈ കഴിഞ്ഞ ക്രിസ്മസിന് 156.06 കോടി രൂപയുടെ മദ്യം 24-25 ഡിസംബർ 24-25 ദിവസങ്ങളിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ വിറ്റഴിഞ്ഞെന്ന് പറഞ്ഞാൽ എത്ര പേര് മൂക്കത്ത് വിരൽ വെച്ച് പറയും? ഇത് കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്ന് പെറ്റ തള്ളയോട് പറയുന്നു, ഇറച്ചിയുണ്ടോ? അപ്പൊ ഇറച്ചിയില്ലെങ്കിൽ ഒറ്റ കുത്ത് ഈ തള്ളയെ അവിടെ കൊല്ലുകയാണ്. ഇതല്ലേ നമ്മൾ കാണുന്നത്? കടയ്ക്ക് കരുനാപ്പള്ളിയിൽ ഒരു യുവാവ് അവൻ മദ്യപിച്ചതാ, അങ്ങേയറ്റത്തെ ലഹരി ഉപയോഗിച്ചതാ. അവൻ്റെ തള്ള ഇല്ലാത്ത സാധനമെല്ലാം ഒത്തൊരുപ്പിച്ച് ആഹാരമൊക്കെ ഉണ്ടാക്കി പ്ലേറ്റ് വിളമ്പിച്ചു കൊടുത്തപ്പോൾ ഇറച്ചി. ഞാൻ പറഞ്ഞു, മോനെ ഇറച്ചി ഇല്ലടാ. ഇറച്ചിയില്ലയോ? അവൻ്റെ കയ്യിൽ നിന്ന് കത്തിയെടുത്ത് ആ പെറ്റ തള്ളയെ നോക്കി ഒരു കുത്ത്. ഇതെന്തുവാ എൻ്റെ ദൈവമക്കളെ? ഇതിനെങ്ങനെ തോന്നുന്നു? സ്തോത്രം. പച്ചയ്ക്ക് പച്ചേ ഈ നിലയിൽ ചെയ്യാൻ, ഇത്ര ഹീനമായ നിലയിൽ ഇതുപോലെ മ്ലേച്ഛത വരിക ഒരു കാലഘട്ടം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതിന് സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.
സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന് റെമഡി, ഇതിന് പരിഹാരം ഒന്നേ ഉള്ളൂ. ഇന്ന് രാത്രിയിൽ ഞാൻ പ്രസംഗിക്കുന്ന യേശു മാത്രമേ ഉള്ളൂ. സ്നേഹിത, നിനക്കാവശ്യം യേശുവ, മദ്യപാനമല്ല. മദ്യപിച്ച് ലക്കുകെട്ട് നിന്റെ കുടുംബത്തിനൊരു തലവേദനയായി, ദേശ തലവേദനയായി മാറുമ്പോൾ ഈ പരിസരത്ത് ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, എന്നെ കേൾക്കുന്ന സ്നേഹിത, നിനക്കാവശ്യം മദ്യമല്ല, അതിന്റെ ലഹരിയല്ല, യേശുവ നിനക്കാവശ്യം. ഇന്നലെ രാത്രി തുരുത്തിക്കാട് ഞാൻ കൺവെൻഷന് പ്രസംഗിക്കുമ്പോൾ ഇതല്ല വിഷയം, വേറെ വിഷയമാണ് പ്രസംഗിച്ചത്. ഒരുവൻ ആ മൂലയ്ക്ക് വന്ന് നിൽക്കുക, ആ പ്രസംഗം മുഴുവൻ നിന്ന് കേൾക്കുക, അവനിരിക്കണ്ട. എൻ്റെ അടുത്തൊരു പാസ്റ്റർ വന്ന് പറഞ്ഞു, കുടിച്ച് അങ്ങേയറ്റം പറ്റി നിൽക്കുക. പാസ്റ്റർ ഒരു ഓൾട്ടർ കോൾ കൊടുക്കണേ, അവനെ മുമ്പോട്ട് വരുത്തണേ എന്ന്. പക്ഷേ ഓൾട്ടർ കോൾ കൊടുത്ത് ഞാൻ മുമ്പോട്ട് വരുത്തിയില്ല. മെസ്സേജ് കഴിഞ്ഞു, അവസാനത്തെ പാട്ടുപാടി ആരാധിക്കുന്ന സമയത്ത് ഞാൻ ഇറങ്ങി അവൻ്റെ അടുക്കൽ ചെന്നു. അവനോട് പറഞ്ഞു, ഇന്ന് നിൻ്റെ മദ്യപാനം നിർത്തണം. യേശു നിന്നെ ആഴമായി സ്നേഹിക്കുന്നു. നീ മദ്യപിക്കരുത്. നീ നിൻ്റെ കുടുംബത്തെ നശിപ്പിച്ച്, നിൻ്റെ തലമുറയെ നശിപ്പിച്ച് പോകുന്ന ഈ മദ്യം ഇന്ന് രാത്രി നീ ഉപേക്ഷിക്കണം. അവർ രണ്ട് കൈ കൂപ്പിക്കൊണ്ട് എന്നോട് പറഞ്ഞു, ഞാൻ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നു. അന്നേരം മുതൽ ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുക. മദ്യലഹരിയില്ല പറഞ്ഞതെന്ന് എനിക്കറിയാം, പക്ഷേ പ്രാർത്ഥിക്കുക. ദൈവാത്മാവ് ഇതുപോലെ ചില ഉള്ളത്തിൽ ഈ ദിവസങ്ങൾ ഇടപെട്ട് ഈ മദ്യത്തിൻ്റെ ഒഴുക്കിന് ഒരു വിരാമം കുറിക്കുവാൻ. അല്ലയോ സ്നേഹിത, നിനക്ക് യേശു അത്ര ആവശ്യം. യേശുവിന് മാത്രമേ ഇങ്ങനെയുള്ള സ്ഥാനത്തുനിന്ന് നിന്നെ വിടുവിപ്പാൻ കഴിയുകയുള്ളൂ. മ്ലേച്ഛത പെരുകുക. സ്തോത്രം. നോഹയുടെ കാലത്ത് ഇത് തന്നെയായിരുന്നു. തിന്നും കുടിച്ചു വന്ന അന്നും ഉണ്ടായിരുന്നു കുടിയൊക്കെ, കേട്ടോ. തീറ്റി മാത്രമല്ല, കുടി അന്നും ഉണ്ടായിരുന്നു. ഇന്നും അത് തന്നെയാണ്. ഇതങ്ങനെ പാരമ്യത്തിലെത്തിയിരിക്കുക. അങ്ങനെയെങ്കിൽ അകത്ത് പ്രത്യാശയുള്ള ദൈവമക്കളെ, നമുക്കിങ്ങനെ വിളിച്ചു പറയാം, ആമേ, നോഹയുടെ കാലത്ത് അന്ന് അത് സംഭവിച്ചെങ്കിൽ ഇന്ന് ഞങ്ങളുടെ കണ്ണു മുമ്പാകെ ഇത് സംഭവിക്കുമ്പോൾ ഞങ്ങൾ ഒന്നറിയുന്നു, ഞാൻ പ്രിയം വച്ചിരിക്കുന്ന എൻ്റെ യേശു കർത്താവ്, അവൻ്റെ വരവ് വാതിൽക്കലോ കേൾക്കാറായി തൻ കാഹളധ്വനിയും നാം പോകാറായി ഈ പാർത്തലം വിട്ട് ചേർന്ന് പാടാം. കേൾക്കാറായി തൻ കാഹളധ്വനിയും നാം പോകാറാം ഈ പാർത്തലം വിട്ട് തേജസ്സേ ചേർന്ന് പാടാം. പ്രത്യാശ എന്നിൽ വർദ്ധിച്ചിടും. ഹല്ലേലൂയ. അങ്ങു ചെന്നു കാണുവാൻ പ്രിയൻ പൊന്മുഖം. പ്രത്യാശ എന്നിൽ വർദ്ധിച്ചിടും നേ. അങ്ങു ചെന്നു കാണുവാൻ പ്രിയൻ പൊന്മുഖം. ഓ കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. ഓ സർവായുധങ്ങൾ ധരിച്ചിടുക, ദുഷ്ടനോട് എതിർത്തു നിന്നു വിജയം നേടുവാൻ. സർവായുധങ്ങൾ ധരിച്ചിടുക, ദുഷ്ടനോട് എതിർത്തു നിന്നു വിജയം നേടുവാൻ. ഓ കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. ഓ കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ
മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം. മെറ്റീരിയലിസം എന്ന് പറയും. നോഹയുടെ കാലത്ത് അന്നുണ്ടായിരുന്ന മറ്റൊരു ദുഷ്ടപ്രവണതയാണ് ഭൗതികത, മെറ്റീരിയലിസം. എല്ലാവർക്കും തിന്നാനും കുടിക്കാനും ഒക്കെ ഉണ്ട്, പിന്നെ എന്തിനാ തമ്പുരാൻ അല്ലേ? അങ്ങനല്ലേ? നമ്മുടെ ചർച്ച ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുന്നവർ എത്ര ഉണ്ട്? കൈയൊന്നും പൊക്കിയൊന്നും വേണ്ട. എന്നാൽ ഇതായിരുന്നു ഒരു സമയത്ത്, ഇതായിരുന്നു. ഇന്ന് പാസ്റ്റർ ഫോണിൽ വിളിച്ചും കാറ് കൊണ്ട് പോയി അതേ കാത്ത് നിന്ന് കയറ്റിക്കൊണ്ട് വന്നാൽ 5 പേര് 6 പേര് ഉപവാസ പ്രാർത്ഥന. ഇതായിരുന്നു ഒരു സമയത്ത് നമ്മുടെ ചർച്ചിൽ ഉണ്ടായിരുന്നത്. ഇവിടെ ഇരിക്കുന്ന പ്രായം ചെന്ന്, എന്നേക്കാൾ പ്രായം ചെന്ന അച്ചായമാരും അമ്മച്ചിമാരും ഒക്കെ ഉണ്ട്. ഇതായിരുന്നു നമ്മളൊരിക്കൽ വന്ന് ദൈവത്തിൽ ഇരുന്നാൽ കരയല്ലായിരുന്നു നമ്മൾ ചെയ്യുന്നത്. അന്ന് അഷ്ടിക്ക് വകയില്ല, ഒട്ടിയ വയറോടാണ് കടന്നു വരുന്നത്. 4 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്ക് ആഹാരത്തിന് വകയില്ല. സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ? ഒന്നും ഇല്ല പ്രിയമുള്ളവർ. അഷ്ടിക്ക് വകയില്ലാതെ നട്ടം തിരിഞ്ഞ സ്ഥാനത്ത് നീ ആലയത്തിൽ വന്ന് ഓലോലോ കണ്ണീരൊഴുക്കിയ സ്ഥാനത്ത് നിന്റെ തലമുറ ദൈവം അനുഗ്രഹിച്ചിരിക്കുമ്പോൾ ഈ ദൈവത്തെ നീ മറന്നു കളയോ? ഈ ദൈവത്തെ നീ പുറകിലറിയോ? സ്തോത്രം, സ്തോത്രം. ഈ രാത്രി ദൈവാത്മാവിൽ വിളിച്ചു പറയുന്നു, ഒരു ന്യായവിധി ഉണ്ട്. ദൈവത്തെ മറക്കുന്നവരെ ഒരു ന്യായവിധിയുണ്ട്. ഇന്നലെ തുരുത്തിക്കാട് കൺവെൻഷനിൽ ആമോസിന്റെ പ്രവചനം 4:12 നിന്നുകൊണ്ടാണ് ഞാൻ പ്രസംഗിച്ചത്. 4 ദേശത്തേക്കും ആമോസ് നോക്കിക്കൊണ്ട് ന്യായവിധി ഉണ്ട്. ദമ്മേശക്കെ ന്യായവിധി ഉണ്ട്, ഗാസയെ ന്യായവിധി ഉണ്ട്, സോരെ നിങ്ങൾക്ക് ന്യായവിധി ഉണ്ട്, മോവാബേ നിങ്ങൾക്ക് ന്യായവിധി ഉണ്ട്, ഏദോമേ നിങ്ങൾക്ക് ന്യായവിധി ഉണ്ട്, യഹൂദ്യ ദേശമേ നിങ്ങൾക്ക് ന്യായവിധി ഉണ്ട്, ഇസ്രായേലേ നിങ്ങൾക്ക് ന്യായവിധിയുണ്ട്. ആകയാൽ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. മടങ്ങി വാ, മടങ്ങി വാ, മടങ്ങി വാ. കഴിഞ്ഞ രാത്രിയിലെ മെസ്സേജ് ഈ രാത്രി ദൈവാത്മാവ് കൈമാറുക. ദൈവസഭയെ മടങ്ങി വാ. സ്തോത്രം. നമ്മുടെ ആത്മീയ മാന്യമൊന്ന് മാറട്ടെ, ക്ഷീണമൊന്ന് മാറട്ടെ. വന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അല്ല, ആമെ ഒന്ന് മനസ്സ് വെച്ചാൽ ഈ ആമെ പന്തല് നിറഞ്ഞ് പുറകിലും സീറ്റിട്ട് കൊടുക്കത്ത നിലയിൽ നമുക്ക് ആളുകൾ നമ്മുടെ സെന്ററിലുള്ളപ്പോൾ ഈ ആത്മീയ മാന്യം ഒന്ന് മാറട്ടെ. ദൈവസന്നിധിയിലേക്ക് ഒന്ന് കടന്നു വരുവാൻ എത്ര പേര് മനസ്സ് വയ്ക്കും? സ്തോത്രം, സ്തോത്രം. മെറ്റീരിയലിസം 10 കാശ് കയ്യിലെടുക്കാനേ ആയിക്കഴിഞ്ഞു. നല്ലൊരു മട്ടുപ്പാവും ഒക്കെ കെട്ടി ഉയർത്തി വീതി നീളമുള്ള കാറും ഒക്കെ ആയി. എപ്പോഴും ഉപയോഗിക്കത്തക്കയിലുള്ള മൊബൈൽ ഫോണും കാര്യവും വീരിയും എല്ലാം വന്നു കഴിഞ്ഞു. ഇപ്പോൾ ആരാധന എന്തിനാ വീട്ടിൽ ചാരിക്കിടന്നായാലും സൂമിൽ കൂടെ എല്ലാം കാണാമല്ലോ ഇല്ലേ? ഓൺലൈനിൽ ഇങ്ങനെയുള്ള ക്രമീകരണം ഉള്ളപ്പോൾ ഇവിടം വരെ വരേണ്ട കാര്യമില്ല. ഒരാൾ എന്നോട് പറഞ്ഞ ഇങ്ങനെയാണ്, എന്തിനാ വാസ്തവ ബുദ്ധിമുട്ടി അവിടം വരെ വരുന്നത്? അവിടെ വരണമെങ്കിൽ ഞാൻ ഡ്രസ്സ് അന്വേഷിക്കണം, അവിടെ വരണമെങ്കിൽ സ്വോത്രകാഴ്ചയ്ക്ക് കാശും ഞാൻ അന്വേഷിച്ചല്ലേ എനിക്ക് വരാൻ പറ്റൂ. ഇതൊന്നും വേണ്ട, ഇങ്ങനെ ചാരിക്കിടന്ന് ഇതെല്ലാം എനിക്ക് കേൾക്കാമെന്നല്ലോ. സ്തോത്ര. സ്നേഹിത, ഒരു കൂട്ടായ്മ കിട്ടുന്ന നീ വിടരുത് കേട്ടോ. സൂമും പരിപാടിയൊക്കെ അതങ്ങ് തീരും. ദൈവജനത്തോടു കൂടി ആത്മാവി നിറഞ്ഞ് ഒന്ന് ആരാധിക്കുന്ന കൂട്ടായ്മ നഷ്ടപ്പെടുത്തി നീ സൂമിന്റെ അതേ മറവറ്റിയിരിക്കുമ്പോൾ ഈ രാത്രി അങ്ങനെയുള്ള സക്കായിമാരോട് ദൈവാത്മാ പറയുന്നു, ഇറങ്ങി വാ. സ്തോത്രം. മെറ്റീരിയലിസം, ഭൗതികം. തിന്നാനുണ്ട്, കുടിക്കാനുണ്ട്, അതേ വീട് വെക്കാനുണ്ട്, പണിയാനുണ്ട്, അത് എല്ലാത്തിനും ഇന്ന് പണമുണ്ട്, ചിലവാക്കാൻ ഇഷ്ടം പോലെ. ഒരു വീട്ടിൽ 4-5 പേരൊക്കെ ജോലിക്കാരായി കഴിഞ്ഞ് ഈ പൈസയൊക്കെ എവിടെ കൊണ്ടിടുന്നത്? അറിഞ്ഞും അറിയാതെയും കൊണ്ടുവന്ന് ബാങ്കിലെങ്കിലും തട്ടല്ലേ ദൈവമക്കളെ. പിന്നെ അവിടുന്ന് എടുക്കാൻ പ്രയാസമാണ്. എന്താ എടുക്കാൻ പ്രയാസം? അതിൻ്റെ മേളിൽ മറ്റൊരാൾ കൊണ്ടിട്ടുണ്ടോ? അതൊന്നുമല്ല. ആമേൻ. വെറുതെ നാം പൊരുതി വെക്കുന്നു, വെറുതെ നാം കൂട്ടി വെക്കുന്നു. നമുക്കുള്ളതിന് വേണ്ടി ഉപയോഗിച്ചിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചിലവിടുന്ന ദൈവദാസന്മാരെ ഓർത്ത്, ദൈവമക്കളെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. നമുക്ക് ദൈവവേലയാ കാര്യം. കർത്താവിൻ്റെ രാജ്യം അത് വിസ്തൃതമാകണം. സുവിശേഷം 1000 കേൾക്കണം. അതിനുവേണ്ടി ജാഗ്രതയോടെ ഇറങ്ങി വരുവാൻ മിഷണറി സ്പിരിറ്റുമായി എത്ര പേര് ഈ രാത്രി മനസ്സ് വയ്ക്കും? ദൈവം. മൂന്നാമത്തെ പ്രശ്നമാ. 6:3 വരുമ്പോൾ ദുഃഖത്തോടെ പരിശുദ്ധാത്മാവ് പറയുന്നു, എൻ്റെ ആത്മാവ് സദാകാലവും നിങ്ങളോട് വാദിച്ച് നിൽക്കയില്ലെന്ന് പറഞ്ഞാൽ ആത്മാവ് ഇടപെട്ടിട്ടും മറുതലിക്കുക. ആത്മാവ് ഇടപെട്ടിട്ടും മറുതലിക്കുക. ഇന്ന് ദൈവസഭയ്ക്കകത്ത് ദൈവദാസന്മാർ കൊടുക്കുന്ന ആലോചനയൊക്കെ ഏറ്റെടുക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയാം. മറുതലിക്കുക. അയ്യോ,
ചിലരെയൊക്കെ ഭീഷണി കണ്ടാലേ പേടിച്ചു പോകും. കഴിഞ്ഞിടയ്ക്ക് ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറയാം, പാസ്റ്റർ ഞാൻ ആരാന്നറിയാമോ? ഞാൻ ചോദിച്ചു, എനിക്ക് വലിയ പരിചയമില്ല, പറ. ഞാൻ 6 കൊലക്കേസിൻ്റെ പ്രതിയാകട്ടോ. പാസ്റ്റർ സൂക്ഷിച്ചോളാം എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. 6 കൊലക്കേസിൻ്റെ പ്രതിയാ. ഇവിടെങ്ങും അല്ലേ, ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല. അപ്പോൾ ആ പുള്ളിയാ വിളിക്കുന്നത്, സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു, കർത്താവ് നിങ്ങളെ രൂപാന്തരപ്പെടുത്തിയതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷേ അതല്ല പുള്ളിയുടെ ആശയം. പുള്ളിക്ക് വേറൊരു താല്പര്യമുണ്ട്, അത് സാധിച്ചു കൊടുത്തില്ലെങ്കിൽ എന്നെ അതുപോലെ ആക്കുമെന്നുള്ള ധ്വനിയിലാ പുള്ളി ആ പറഞ്ഞതിൻ്റെ സാരം. ഇതൊക്കെയാ ദൈവമക്കളെ കേട്ടോ. ദൈവാത്മാവ് ഇടപെട്ടിട്ടും അകത്ത് രൂപാന്തരം വരാതെ, മാനസാന്തരം വരാതെ, പിന്നെയും മറുതലിച്ച് പിന്നെയും ചെറുത്ത് നിൽക്കുന്ന ദുഷ്ടപിശാച് ഈ രാത്രി യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ദൈവശബ്ദം കാതുകളുർക്ക് ഈ രാത്രി കേട്ടിട്ടും അനുസരിക്കേണ്ട സ്ഥാനത്ത് മറുതലിക്കുന്ന വ്യക്തിയെ യേശു ഈ രാത്രി നിങ്ങളെ ക്ഷണിക്കുക. നമുക്ക് മറുതലിക്കരുത്. ആത്മാവ് എന്ത് പറഞ്ഞാലും അത് കേട്ട് അനുസരിക്കാൻ എത്ര ദൈവമക്കളുണ്ട്. അവരെ ആ സ്വർഗം ഉപയോഗിക്കുന്ന അനുസരിച്ചിറങ്ങി വരുന്നവരെ കർത്താവ് ഉപയോഗിക്കുന്നു. 4-ാമത്തെ പ്രശ്നമാണ്. അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ കൊടുത്തുണ്ട്, പുരാതന കാലത്തെ കീർത്തിമാന്മാർ എന്ന് പറഞ്ഞാൽ പോപ്പുലാരിറ്റി. 1 ഇമ്മോറലിസം, മ്ലേച്ഛത. 2 മെറ്റീരിയലിസം, ഭൗതികത. 3-ാമത്തെ പ്രശ്നമാണ് അതേ ആത്മാവിനോട് മറുതലിക്കുക, റെസിസ്റ്റൻസ് അല്ലെ റെബല്യൻ. 4-ാമത്തെ എന്തെന്നറിയാം? പോപ്പുലാരിറ്റി. ഇന്നെല്ലാവർക്കും ആഗ്രഹം അതാ, പോപ്പുലർ ആകണം, കീർത്തിമാന്മാരാകണം. എന്നെ കൺവെൻഷൻ വിളിച്ചാൽ എന്നെ 4 പേരൊന്ന് അറിയണം. എനിക്ക് അതേ ഒരു വാൾ പോസ്റ്റ് കെട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ തല ഇച്ചിരി വലിപ്പത്തിൽ ആയിരിക്കണം. അയ്യോ, എന്തൊരു നിർബന്ധമൊക്കെയാണെന്നറിയാമോ? എൻ്റെ തല വലുപ്പത്തിലിരിക്കണം, എൻ്റെ പേര് 4 പേരറിയണം, അതിൻ്റെ കൂടെ റവയോ പിന്നെ പുട്ടുമാവോ എന്താണെന്ന് വെച്ചാൽ അതിനകത്തൊക്കെ ചേർത്ത് എല്ലാം കൂടെ പേര് നീട്ടി ഉള്ള ഡിഗ്രി എല്ലാം കൂടെ പിടിപ്പിച്ച് അങ്ങനെയൊക്കെ വേണം. ഇങ്ങനെയൊക്കെ ഓരോ ഡിമാൻഡ് ഓരോരുത്തരുടെ. അങ്ങനെയുള്ള ഈ സ്റ്റേജിൻ്റെ പരിസരം നിങ്ങൾ കാണിക്കരുത്. സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, ബീവറീസിനെ കാണാനും ബീവറീസിൻ്റെ പേര് കേൾക്കാനുമാണോ ഇന്ന് രാത്രി ഈ ജനം ഇവിടെ വന്നിരിക്കുന്നത്? ഈ എളിയവൻ ഇന്ന് രാത്രി ഉയർത്തുന്ന യേശുവിനെ അല്ലേ നമ്മൾ തിരിച്ചറിയേണ്ടത്? പേരിനും പ്രശസ്തിക്കും സ്ഥാനങ്ങൾക്കും മാനങ്ങൾക്കും കടിച്ചു തൂകുന്ന ആ ദുഷ്ടപ്രവണത വിട്ടുവിട്ട് യേശുവിൻ്റെ സന്നിധിയിലേക്ക് അതേ കൃപ പ്രാപിച്ചവരായി, അഭിഷേകം പ്രാപിച്ചവരായി, ആത്മനിറവ് പ്രാപിച്ചവരായി കർത്താവിനെ ആരാധിപ്പാൻ, ശുശ്രൂഷ ചെയ്യുവാൻ എത്ര പേർ മുൻപോട്ട് വരും ദൈവത്തിന്? 5-ാമത്തെ വിഷയം ഡിസൊബീഡിയൻസ്, അനുസരണക്കേട്. എന്താ അനുസരണക്കേട്? നോഹ ഇങ്ങനെ മൈക്കൊക്കെ വെച്ച് കെട്ടി രാവും പകലും ഇതാ ജലപ്രളയം വരുന്നു, ഇതാ ന്യായവിധി വരുന്നു പ്രസംഗിച്ച് നടക്കുക. പക്ഷെ ആർക്ക് വേണം? ആര് കേൾക്കണം? ആർക്ക് വേണം ഈ പെട്ടകം? ആർക്ക് വേണം ഈ വിടുതൽ? സ്തോത്രം. ഇന്ന് കവലകൾ തോറും പ്രസംഗിക്കുകയല്ലേ, സുവിശേഷം അറിയിക്കുകയല്ലേ. വൈകിട്ട് ഞാൻ എൻ്റെ ഫോൺ ഓൺ ചെയ്തപ്പോൾ കണ്ടത് നമ്മുടെ കുര്യൻ മാത്യു പാസ്റ്ററും തൻ്റെ ടീമും എവിടെയോ ഒരു പരസ്യവും നടത്തുന്നു. ഒരു കൊച്ചു മോള് നിന്നങ്ങ് പാട്ടുപാടുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടം തോന്നി. എവിടെല്ലാം നമ്മൾ പോയി പരസ്യവും നടത്തുന്നു, ആരോടെല്ലാം സുവിശേഷം പറയുന്നു. പക്ഷേ ദൈവശബ്ദം കേൾക്കുമ്പോൾ അതിനെതിരെ അനുസരണക്കേട് ആ നിലയിൽ വ്യാപരിക്കുന്ന എല്ലാ ദുഷ്ടാത്മാവും യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ജലപ്രളയം വന്നു, ന്യായവിധി വന്നു, പെട്ടകത്തിന്റെ വാതിൽ തുറന്നു കിടക്കുന്നു. ആരുണ്ട് ഇതിൽ കയറുവാനെന്ന് പറഞ്ഞപ്പോൾ ഒരൊറ്റ കുഞ്ഞില്ല. നോഹയുമുണ്ട്, കുടുംബമുണ്ട്. പെട്ടകം പണിഞ്ഞ ആശാരിമാർ പോലും ഇതിനകത്ത് കയറിയില്ല. ഇത് പറയുമ്പോഴാണ് പ്രസംഗിച്ച് കിടക്കുന്നത്, ഞങ്ങളുടെ ഗതി ഇനി എന്തോ ആകുമോ കർത്താവ്? അറിയത്തില്ല ദൈവമക്കളെ. പെട്ടകം പണിഞ്ഞ ആശാരിമാർ ഒരെണ്ണം അതിനകത്ത് കയറിയില്ല. അവരെന്തിനാ ഈ പെട്ടകം പണിത്? ആർക്കു വേണ്ടി ഈ പെട്ടകം പണിതൊക്കെ? സ്തോത്രം. വളരെ ഭയത്തോടെ ഇന്ന് രാത്രി നാം ശ്രദ്ധിക്കണം. വളരെ ഭയത്തോടെ പ്രസംഗിക്കുന്ന ബീവറീസ് ആയാലും കേൾക്കുന്ന നിങ്ങളായാലും നമ്മുടെ ആഗ്രഹം ഒന്നേ ആകാവൂ, നമുക്ക് വല്ല വിധേന ആ പെട്ടകത്തിനകത്ത് കയറണം, ജീവരക്ഷ പ്രാപിക്കണം. ഈ കൂട്ടത്തിൽ ആ ഒരുവനെ കുറിച്ച് വായിക്കുന്നു. അവൻ്റെ പേരാണ് നോഹ. നോഹയ്ക്കോ യഹോവയുടെ കൃപ ലഭിച്ചു. കൃപ പ്രാപിപ്പാൻ എത്ര പേരുണ്ട് ഈ തലമുറയിൽ? മറ്റെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് ദൈവകൃപയ്ക്കായി ഒന്ന് ഇറങ്ങി വരുവാൻ എത്ര പേര്
വരും. ഞാൻ ചലഞ്ച് ചെയ്ത് ഈ ദൂത് കൊണ്ട് നിർത്താൻ പോകുക. കൃപയ്ക്കായി ഒന്ന് ഇറങ്ങി വരാൻ എത്ര ദൈവമക്കളുണ്ട്? ദൈവ കൃപയ്ക്കായി ഒന്ന് കൊതിക്കാൻ എത്ര ദൈവമക്കളുണ്ട്? സ്തോത്രം. ആ നോഹയുടെ 3 പ്രത്യേകതകൾ. 1, നീതിമാൻ, നിഷ്കളങ്കൻ, ദൈവത്തോട് കൂടെ നടന്നവൻ. നീതിമാൻ നിഷ്കളങ്കനൊക്കെ ആയി ജീവിക്കും. ഇവിടെങ്ങും ആരും കൂട്ടിന് കിട്ടത്തില്ല ദൈവമക്കളെ. എല്ലാവരും ഒറ്റപ്പെടുത്തി കളയും. നമ്മൾ നീതിമാന്മാരായിട്ടൊക്കെ ജീവിക്കാൻ പോയാൽ എല്ലാവരും വെറുക്കുവന്നേ. അപ്പോഴും ഉള്ളുകൊണ്ട് പറയണം, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ ഒറ്റപ്പെടുകയില്ല. സത്യത്തിന് വേണ്ടി നിവരെ നിൽക്കും. പക്ഷെ ഒറ്റപ്പെട്ടാൽ എനിക്ക് കാര്യമല്ല. ആമേൻ. ദൈവത്തോട് കൂടെയാണ് ഞാൻ നടക്കുന്നത്. എത്ര ദൈവമക്കൾക്ക് ആ ഉറപ്പുണ്ട്? കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. ദൈവത്തെ കൂടെ നടക്കുന്ന ദൈവപൈതലേ, ഒരു പെട്ടകം ഇതാ നിനക്ക് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ വാതിൽ തുറന്നിട്ട് കഴിഞ്ഞു. ഇത് കൃപായുഗമാണ്. ഇപ്പോഴത്രേ സുപ്രസാദ കാലം, ഇപ്പോഴത്രേ രക്ഷാ ദിവസം. ആരുണ്ട് ഈ പെട്ടകത്തിലേക്ക് കയറുവാൻ? സ്നേഹിതാ, നീ പെട്ടകത്തിന് പുറത്താണോ? വേദനയോടൊരു കാര്യം പറയട്ടെ, ഇതിൻ്റെ വാതിൽ കൊട്ടി അടയാൻ പോകുക കേട്ടോ. അതിനു മുമ്പ് നീ ഇതിനകത്ത് കയറണം. എങ്ങനെയാ കയറേണ്ടത്? നീ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് നീ പെട്ടകത്തിനകത്ത് കയറണം. പോരാ, ആമേ, ഈ പെട്ടകം സ്നാനത്തിനൊരു മുൻകുറിയാ. അല്പജനമെന്ന് വെച്ചാ 8 പേര്, അതാ നോഹയുടെ കുടുംബം. അവര് ആ പെട്ടകത്തിൽ കൂടെ കടന്ന് ജീവരക്ഷ പ്രാപിച്ചു. ഇത് സ്നാനത്തിനൊരു മുൻകുറി. രക്ഷിക്കപ്പെട്ട മാത്രം പോരാ, ആമേ, ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ സ്നാനപ്പെട്ട് നീ ദൈവസഭയോട് ചേരണം. ദൈവസഭയോട് ചേരണം. അവിടം കൊണ്ട് നിർത്തരുത്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ആമേ, ലോകത്തെയും പാപത്തെയും പാരമ്പര്യങ്ങളെ വിട്ട് യേശുവിനെ ആരാധിപ്പാൻ ഇറങ്ങി വാ സഹോദര, ഇറങ്ങി വാ. ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. നോഹയുടെ കാലത്ത് സംഭവിച്ചത് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യാശ ദൈവവൈതൽ വിളിച്ചു പറ, എൻ്റെ പ്രിയൻ അവൻ്റെ വരവാതിൽക്കലായി, അവൻ്റെ വരവാതിൽക്കലായി. എല്ലാവരും അതാ സ്ഥാനത്തൊന്ന് എഴുന്നേറ്റ് നിന്ന് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. വളരെ പ്രത്യാശയോടെ ഇന്ന് രാത്രി മടങ്ങിപ്പോകുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. നാം പ്രിയം വെച്ചിരിക്കുന്ന കർത്താവ് അവൻ്റെ വരവാതിൽക്കലായി. സ്തോത്രം. അവൻ്റെ പൊന്നുമുഖം കാണുവാൻ അതിൻ്റെ സമയം ആസനമായി, അതിൻ്റെ നാഴിക ആസനമായി. തേജസ്സിൽ യേശുവിൻ പൊന്മുഖം കാണും എന്ന് പ്രത്യാശയോടെ ഗാനം പാടാൻ പോകുക. കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ സഹകരിക്കണമേ. ഞാൻ പാട്ടുകാരനല്ല, പക്ഷേ എനിക്കുള്ളിൽ ഒരു ആവേശം വന്നാൽ, ദൈവാത്മ പ്രേരണ തന്നാൽ ആ പാട്ട് പാടും, പരസ്യമായി പാടും. ഒരുമിച്ച് പ്രത്യാശയുള്ളവര് കരമുയർത്തി ഒന്ന് പിടിച്ചാട്ടെ. കർത്താവേ, നിന്റെ വരവെങ്കിൽ എനിക്ക് കാണപ്പെടണം. ഞാൻ ഓടിയതും അധ്വാനിച്ചതും വൃഥാവായി തീരാതെ അങ്ങയുടെ വരവെങ്കിൽ കാണപ്പെടണം. കർത്താവേ, എത്ര പേര് കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. അനേകർ ഈ പെട്ടകത്തിന് തള്ളപ്പെട്ടു പോയി, അനേകരെ നശിച്ചു പോയി. എന്നാൽ ഈ കൃപയാൽ ഈ പെട്ടകത്തിനകത്ത് ഈ നിമിഷം വരെ നിൽക്കുവാൻ കർത്താവേ തരുന്ന കൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ സന്നിധിയിൽ നിത്യയുടെ തുറമുഖത്ത് നിൽപ്പാൻ കൃപ തരുമാറാകണമേ. ആരുണ്ടെന്ന് രാത്രി യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കുവാൻ? സ്നേഹിത, കാൽവിടെ കൊലക്കളത്തിൽ 2 കള്ളന്മാരുടെ നടുവിൽ ആകാശഭൂമിക്കുമിടയിൽ നിനക്ക് വേണ്ടി പിടഞ്ഞു മരിച്ച ഒരു പുണ്യ പുരുഷനുണ്ടെങ്കിൽ യേശു മാത്രമാണ്. ആ കൃപയുടെ പെട്ടകം അതിൻ്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു. ഇന്ന് രാത്രി നീ ഒറ്റ കാര്യം ചെയ്താൽ മതി. യേശുവേ, ഞാനൊരു പാപിയാ, എൻ്റെ പാപങ്ങളെ അവിടുന്ന് ക്ഷമിക്കണമേ, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ എന്ന് പറഞ്ഞ് യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച് അത് ഈ പെട്ടകത്തിൽ അകത്തേക്ക് കയറാൻ ദൈവാത്മാവാഹ്വാനം തരിക. നിരാശ വിട്ട് മാറട്ടെ, ഭാരങ്ങൾ വിട്ട് മാറട്ടെ, ഞെരുക്കങ്ങൾ വിട്ട് മാറട്ടെ. നിന്നെ അലട്ടുന്ന ഏത് അസ്വസ്ഥകളായാലും പാരമ്പര്യ ശക്തികളായാലും ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ അവയെല്ലാം അഴിഞ്ഞു മാറട്ടെ, അഴിഞ്ഞു മാറട്ടെ. നമ്മുടെ പ്രിയന്റെ വരവ് വാതിൽക്കലോ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റം. പ്രത്യാശയോടെ പാടാം. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റം ആസന്നമേ. പ്രത്യാശയിൻ പ്രഭാതമേ, അതെന്നാശയിൻ ആനന്ദമേ, അതൻ പ്രത്യാശയിൻ പ്രഭാതമേ.
ക്ലേശം അല്പകാലം മാത്രം മാഞ്ഞു പോമതു കിനാവ് പോലെ. ഈ മണ്ണിൽ എന്റെ ക്ലേശം അല്പകാലം മാത്രം മാഞ്ഞു പോമതു കിനാവ് പോലെ. നിത്യ തേജസ്സിൻ ഘനമാണതിൽ ഫലമെന്നിയെന്നു നൽകിടും. നിത്യ തേജസ്സിൻ ഘനമാണതിൽ ഫലമെന്നിയെന്നു നൽകിടും. ഓ തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും. കാലമേറ്റം ആസന്നമേ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും. കാലമേറ്റം ആസന്നമേ. അവൻ ആനന്ദമേ, അവൻ പ്രത്യാശയിൻ പ്രഭാതമേ. അവൻ ആശയേ, അവൻ ആനന്ദമേ, അവൻ പ്രത്യാശയിൻ പ്രഭാതമേ. വാഗ്ദത്ത നാടതിലെ ശാശ്വതമീട്ടിലെ സേവകർ ദൈവദൂതരല്ലോ. വാഗ്ദത്ത നാടതിലെ ശാശ്വതമീട്ടിലെ സേവകർ ദൈവദൂതരല്ലോ. ദൈവപൊന്മുഖം ദിനം കണ്ടിടും. ശുദ്ധരോടൊന്നായി ഞാൻ സ്തുതിച്ചിടും. ദൈവപൊന്മുഖം ദിനം കണ്ടിടും. ശുദ്ധരോടൊന്നായി ഞാൻ സ്തുതിച്ചിടും. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും. കാലമേറ്റം ആസന്നമേ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും. കാലമേറ്റം ആസന്നമേ. അവൻ ആനന്ദമേ, അവൻ പ്രത്യാശയിൻ പ്രഭാതമേ. അവൻ ആശയേ, അവൻ ആനന്ദമേ, അവൻ പ്രത്യാശയിൻ പ്രഭാതമേ. ഈ മണ്ണിൽ എന്റെ ക്ലേശം അല്പകാലം മാത്രം മാഞ്ഞു പോമതു കിനാവ് പോൽ. ഈ മണ്ണിൽ എന്റെ ക്ലേശം അല്പകാലം മാത്രം മാഞ്ഞു പോമതു കിനാവ് പോൽ. നിത്യ തേജസ്സിൻ ഘനമാണതിൽ ഫലമെന്നിയെന്നു നൽകിടും. നിത്യ തേജസ്സിൻ ഘനമാണതിൽ ഫലമെന്നിയെന്നു നൽകിടും. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും. കാലമേറ്റം ആസന്നമേ. 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 ഓ എല്ലാവരും ഒരു നിമിഷം ആരാധിച്ചാട്ട് ഇന്ന് രാത്രി ആരാധന, ഈ ആരാധന വെളിപ്പെട്ടു വരുമാറാകട്ടെ. ആരാധന വെളിപ്പെട്ടു വരട്ടെ. എല്ലാ രോഗബന്ധനങ്ങളും ഈ രാത്രി അഴിഞ്ഞു മാറട്ടെ. ഈ രാത്രി അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. കർത്താവേ കൃപ വ്യാപരിക്കട്ടെ. ദൈവ തേജസ് വ്യാപരിക്കട്ടെ. അഭിഷേകത്തിന്റെ വ്യാപാരം ഞങ്ങളിലേക്ക് ഇറങ്ങട്ടെ കർത്താവേ. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്രകാരം അവസരമൊരുക്കി ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ചതായ നമ്മുടെ സെൻറ്ററിലവർക്കും ഇരിക്കാം. നമ്മുടെ സെൻറ്ററിനോടുള്ള ബന്ധത്തിൽ
എല്ലാ ചുമതലപ്പെട്ടവർക്കും താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർക്കുമുള്ള പ്രത്യേക നന്ദി സ്നേഹം അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇവനെ ഓർക്കണമേ. ഞാൻ എഴുതിയിട്ടുള്ള അതേ ഒരു പുസ്തകത്തിൻ്റെ ചില കോപ്പികൾ ഇതിൻ്റെ പുറകിൽ നിങ്ങൾക്ക് ലഭിക്കും. താല്പര്യമുള്ളവർക്ക് വാങ്ങാം. യോഹന്നാൻ്റെ ദൈവശാസ്ത്ര ചിന്തകൾ എന്ന് പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകം, അനേകർക്ക് പ്രയോജനപ്പെട്ടു വരുന്ന ഒരു പുസ്തകത്തിൻ്റെ ചില കോപ്പികൾ ഇതിൻ്റെ പുറകിൽ നിങ്ങൾക്ക് ലഭിക്കും. താല്പര്യമുള്ളവർക്ക് വാങ്ങാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.